നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ അത് ഒന്നും ഒളിച്ചു വയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയാം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാനിന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. നമ്മുടെ RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന കലാഭമണിയുടെ അനുജനെ അവഹേളിച്ച ഒരു പെണ്ണുമ്പിള്ളയെക്കുറിച്ച് ഞാനൊരു എപ്പിസോഡ് ചെയ്തില്ലേ, അത് രാവിലെ 6 മണിക്ക് ഏറിപ്പോയി 6:10 ഞാൻ കാണുന്ന 300 പേര് കണ്ടു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ജാതകം തിരുത്തി കുറിക്കുമെന്ന്. ഒരു ദിവസം കൊണ്ട്, ഇന്നലെ ഒരു ദിവസം കൊണ്ട് 1,00,000 പേര് കണ്ടു. ഞാൻ അതിൻ്റെ ഒരു ത്രില്ലിലാണ്. എന്നെ ഇവിടെ നിന്നൊക്കെ ആരൊക്കെ വിളിച്ചു എന്ന് ചോദിച്ചാൽ, ലോകത്ത് നമ്മൾ പറയും കള്ളം പറയണമെന്ന്, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന്, സ്കോട്ട്ലൻഡിൽ നിന്നൊക്കെയാണ്. ഇപ്പോൾ ഞാനിവിടെ വന്നിറങ്ങുമ്പോൾ സ്കോട്ട്ലൻഡിൽ നിന്ന് ഒരു ഭാര്യയും ഭർത്താവും വിളിച്ചു. ഒരുപാട് പേര് വിളിച്ച് സംസാരിച്ചു. എനിക്ക് സന്തോഷമുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പ് പോയത് ബാലചന്ദ്ര മേനോനും ഉമ്മറുമായിട്ടുള്ളൊരു കഥയായിരുന്നല്ലോ. ആ കഥ വന്നതിൻ്റെ അന്ന് എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ അതിൽ 1-2 പേര് കമൻ്റ് ഇട്ടിരിക്കുന്നു. അതായത്, ഇത് ബാലചന്ദ്ര മേനോൻ യൂട്യൂബിൽ പറഞ്ഞ കഥ നീ ചുരണ്ടിയതാണ്. ഇപ്പം നമ്മൾ മനുഷ്യനാണ്, എല്ലാ യൂട്യൂബും കാണണമെന്നില്ല. ഞാൻ മേനോൻ ചേട്ടൻ്റെ ഒരുപാട് എന്തൊക്കെയോ കണ്ടിട്ടുള്ള ആളാണ്. പക്ഷേ ഞാൻ ഈ ഉമ്മക്കെക്കുറിച്ച് ഇങ്ങനെ മേനോൻ ചേട്ടൻ്റെ ഒരു കഥ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിയാമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യില്ല. അപ്പോൾ ഞാനിങ്ങനെ ചുരണ്ടി ജീവിക്കുന്നവനാണെന്നാണ് എഴുതിയിരുന്നത്. ചുരണ്ടിയൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്, അല്ലാതെ തന്നെ ജീവിക്കാൻ എനിക്കറിയാം. ഒരു 500 കഥയെങ്കിലും ചുരണ്ടാതെ ജീവിക്കാൻ അറിയാവുന്ന ഉറപ്പുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെ പറയുന്നവർ പറയട്ടെ അല്ലേ, എനിക്കത് പ്രശ്നമൊന്നുമില്ല. കാരണം അയാൾ ഈ ചുരണ്ടിയാണ്, ബാലചന്ദ്രൻ്റെ യൂട്യൂബിൽ നിന്ന് ചുരണ്ടിയതാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബാലചന്ദ്ര മേനോൻ ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹവുമായിട്ട് ഫേസ്ബുക്കിലൂടെ നിരന്തരമായി, വാട്സാപ്പിലൂടെയും നിരന്തരമായി സംവദിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ എൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് അദ്ദേഹം നിങ്ങൾ ചെയ്ത പ്രോഗ്രാം ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നു, എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾ നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരാളിൻ്റെ ഞാൻ എങ്ങനെ ചുരണ്ടും? അതെങ്കിലും ഒരു കോമൺ സെൻസ് ഉള്ളവർ ആലോചിക്കണമായിരുന്നു. ഇത് വേറെ ഒന്നും ദിനേശിനെ പറ്റി പറയാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ചുരണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. മേനോൻ ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ, മേനോൻ ചേട്ടൻ എറണാകുളത്തുള്ളപ്പോൾ ഞാൻ അദ്ദേഹം യൂട്യൂബിൽ ചെയ്ത പ്രോഗ്രാം എടുത്ത് ചുരണ്ടോ നിങ്ങളെ ചോദിക്കുക. അങ്ങനെ ഞാനത് മേനോൻ ചേട്ടൻ ചെയ്തിരുന്നു എന്ന് അറിഞ്ഞ് സത്യമായിട്ട് ഞാനത് ചെയ്യില്ലായിരുന്നു. ഇത് ഈ ഉമ്മുഖമായിട്ടുള്ള മേനോൻ ചേട്ടൻ്റെ ഈ ടിപ്പു സുൽത്താൻ ഹൈദരാലി സംവാദം ഞാൻ പത്രപ്രവർത്തന രംഗത്ത് വന്ന കാലം മുതൽ കേൾക്കുന്നൊരു കഥയാണ്. ആ ഒരു ത്രില്ലാണ് അത് ചെയ്തത്. അത് ഉമ്മുഖയെക്കുറിച്ചായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷേ അത് ഞാൻ മേനോൻ ചേട്ടൻ്റെ യൂട്യൂബിൽ നിന്ന് ചുരണ്ടിയതാണെന്ന് പറഞ്ഞത് എന്നെ നന്നായിട്ട് വേദനിപ്പിച്ചു. അത് മേനോൻ ചേട്ടൻ കണ്ടിരിക്കുമല്ലോ, അദ്ദേഹം പോലും പറഞ്ഞില്ല. അത് പോട്ടെ. എന്തായാലും വ്യത്യസ്തമായ കഥകൾ തേടിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. വ്യത്യസ്തമായ കഥകളെ ചെയ്യൂ. മറ്റ് യൂട്യൂബുകാർ ചെയ്യുന്നത് പോലുള്ള കഥകളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടേതായ വഴിക്ക് ചെയ്യാവൂന്ന് എനിക്ക് ഒരു വാശി തന്നെ ഉണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഈ 1,00,000 പേര് ഒരു ദിവസം കണ്ട ഈ ഒരു പെണ്ണുമ്പിളയെക്കുറിച്ച് ചെയ്ത പ്രോഗ്രാമിൽ ചിലർ എന്നോട് ചോദിച്ചത്, എന്നെ വിളിച്ചപ്പോൾ സംസാരിച്ചത്, നിങ്ങൾ രാഷ്ട്രീയം പറയില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാ അതിൽ രാഷ്ട്രീയം പറഞ്ഞത്? ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല, പറയില്ല. എന്നാൽ ഞാനതിൽ RLV രാമകൃഷ്ണനെ വിളിച്ച് ഞാൻ ചോദ്യ നക്ഷത്രമാണ്, എൻ്റെ ജന്മനാൾ ദിവസം എൻ്റെ തറവാട്ട് അമ്പലത്തിൽ വന്ന് നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാമോ എന്ന് സുരേഷ് ഗോപി ചോദിച്ചതടക്കം ഞാനതിൽ ചെയ്തു. പക്ഷേ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർ പറയുന്നത് എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, അതുകൊണ്ടാണ് മുകേഷിൻ്റെ ബൈറ്റ് ഇട്ടത്. അല്ല, മുകേഷ് സിനിമാക്കാരനെന്ന നിലയ്ക്ക് പ്രതികരിച്ചു ഈ വിഷയത്തിൽ, ഞാനത് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഞാൻ ഈ ചാനലിൽ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ രാഷ്ട്രീയം പറയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ തല വെട്ടിക്കളയും. കുറേ പേര് ചിലപ്പോൾ എന്നെ ഡിലീറ്റ് ചെയ്ത് കളയുമായിരിക്കും. അതിൻ്റെ 5 ഇരട്ടി പേര് പാർട്ടിക്കാർ ഇതിലെടുക്കൂലേ, സബ്സ്ക്രൈബ് ചെയ്യൂലേ. പക്ഷേ ഞാൻ ഒരു തീരുമാനം ആദ്യം എടുത്താൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ രാഷ്ട്രീയമില്ല. പക്ഷേ എന്ന് കരുതി രാഷ്ട്രീയം പറയേണ്ട വിഷയങ്ങൾ വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ ആ പെണ്ണുമ്പിളയെക്കുറിച്ച് പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ നമ്മളത് പറയും, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളത് ചെയ്യില്ല. എന്തായാലും 1,00,000 പേര് ഒരു ദിവസം കൊണ്ട് കണ്ടു എന്ന് പറയുമ്പോൾ, ഒരു സിനിമാ ചാനലിൽ കണ്ടു എന്ന് പറയുമ്പോൾ, തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ 5,000 പേര് ഒരു മാസം കൊണ്ട് കാണാൻ പറ്റാതെ എത്രയോ പാവപ്പെട്ടവർ നടക്കുമ്പോൾ, നമ്മുടെ ഒരു പ്രോഗ്രാം 1,00,000 പേര് ഒരു ദിവസം കണ്ടു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 1,80,000 സബ്സ്ക്രൈബേഴ്സായി എന്ന് പറയുമ്പോൾ, ഇനി ഒരു 20,000 പേരൂടെ ആയാൽ നമ്മൾ 2,00,000 ആവും. അങ്ങനെ ആവട്ടെ, പതുക്കെ ആമയും മയിലും ഓടുന്ന പോലെ പതുക്കെ ആമ അങ്ങനെ നീങ്ങട്ടെ. എന്തായാലും എന്നോട് കാണിക്കുന്ന സ്നേഹ ബഹുമാനങ്ങൾക്ക്
ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നായാലും എൻ്റെ നമ്പർ നോക്കിയെടുത്ത് എന്നെ വിളിക്കുന്ന എല്ലാ പേർക്കും, ഞാൻ അവരെല്ലാം എൻ്റെ ബന്ധുക്കളായാണ് കാണുന്നത്, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ, എന്താ പറയുക, ഹൃദയത്തിൽ തട്ടിയുള്ള, എന്താ പറയുക, അഭിമാനത്തോടെ ഞാൻ പറയുന്നു, നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതുവരെ ഒരു യൂട്യൂബുകാരൻ ചെയ്തിരിക്കാൻ വഴിയില്ല. മലയാളത്തിൻ്റെ നിത്യവസന്തം പ്രേം നസീർ സാറിനെ കുറിച്ച് എത്ര കഥ ചെയ്താലും എനിക്ക് മതി വരാറുമില്ല, കാണുന്നവർക്ക് കൊതി തീരാറുമില്ല. നസീർ സാറിനെ കുറിച്ചാണ് ഇന്നത്തെ പ്രോഗ്രാം. അതും എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം രാവിലെ നസീർ സാറ് എണീക്കുന്നത് മുതൽ, ഉറക്കമെണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ ഒരു ദിവസം, ഒരു പകലും കുറച്ച് സന്ധ്യയും ചേർന്ന് ഒരു 10-15 മണിക്കൂർ എന്ത് സംഭവിക്കുന്നു എന്നുള്ള, നസീർ സാറിൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് ചെയ്യുന്നത്. ഈ സ്റ്റോറി ചെയ്യാൻ എനിക്ക് കാരണഭൂതമായത്, എന്നെ ഇവിടെ കൈതമുക്കിൽ കറാൾക്കടയ്ക്ക് അടുത്ത് നിന്ന് ഒരാളെന്നെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അദ്ദേഹം വിളിച്ച് എന്നെ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. ചോദിച്ചു, എൻ്റെ കയ്യിൽ റയറായ പ്രേം നസീറിൻ്റെ കുറേ തെളിവുകൾ ഇരിപ്പുണ്ട്, കുറേ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്, വാരികകളും പത്രക്കട്ടിങ്സുകളും ഒക്കെ ആയിട്ടിരിപ്പുണ്ട്. ഞാനത് തന്നാൽ താങ്കൾ വാങ്ങുമോ എന്ന് കേട്ടു. ഞാൻ പറഞ്ഞു 2 കൈ നീട്ടി വാങ്ങിക്കും. അപ്പോൾ ഒരു ദിവസം വിളിച്ചിട്ട് ഇറങ്ങും. ഞാൻ പറഞ്ഞു വരാം. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 3-4 ദിവസം അത് മനസ്സിൽ നിന്ന് പോയി, മറന്നുപോയി. എന്തോ ഓർത്തപ്പോൾ, അയ്യോ ഇങ്ങനെ നസീർ സാറിൻ്റെ കുറച്ച് റെക്കോർഡുകളൊക്കെ തരാമെന്ന് പറഞ്ഞിരുന്ന ഒരാളുണ്ടല്ലോ എന്ന് തോന്നി. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. നാളെ കാണാമോ എന്ന് ചോദിച്ചു. കാണാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സമയത്ത് കൈതമുക്കിൽ കറാൾക്കടയുടെ തൊട്ടടുത്ത് പോയി ഞാൻ നിന്നിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം പാളയത്തിലപ്പുറത്തെ കവടിയാറോ എവിടെ നിൽക്കുകയാണ്, ഞാനിപ്പോൾ എത്താം. അദ്ദേഹം എത്തി. അദ്ദേഹം കുറേ നേരം എന്നോട് സംസാരിച്ചു. എനിക്ക് നൊയമ്പാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾക്ക് ചായ വേണോ എന്നൊക്കെ ചോദിച്ചു, ചൂടുവെള്ളം വേണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഒരുപാട് നേരം സംസാരിച്ചിട്ട് അദ്ദേഹം അകത്ത് പോയി ഒരു ഫയൽ, നല്ലൊരു പ്ലാസ്റ്റിക് ഫയൽ എടുത്ത് എനിക്ക് കൊണ്ട് തന്നു. ഞാൻ തുറന്ന് നോക്കുമ്പോൾ 1976 ഇറങ്ങിയ സിനിമയുടെ പ്രേം നസീർ സ്പെഷ്യൽ അടക്കം, ഫിലിം മാഗസിൻ ഇറക്കിയ നസീർ സ്പെഷ്യൽ അടക്കം ഒരുപാട് അടുക്കി സൂക്ഷിച്ച് വെച്ചിരുന്ന ആ ഫയലാണ് എനിക്ക് തന്നെ. ഞാൻ ഫയൽ തിരിച്ചു കൊടുക്കണമെന്ന് ആലോചിച്ച്, എല്ലാം എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാനത് എടുത്ത് ഇങ്ങോട്ട് വന്നു. അതിൽ എന്നെ അതിശയിപ്പിച്ചത് ഈ പറഞ്ഞ നസീർ സാറിൻ്റെ ഒരു ദിവസത്തെക്കുറിച്ച്, ഒരു ദിവസം അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ഫിലിം മാഗസിനിൽ വന്ന അവരുടെ കൗമുദിയുടെ മദ്രാസ് ബ്യൂറോ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഞാനപ്പോൾ ഫിലിം മാഗസീനിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തിരുന്ന ഇന്ത്യ ടുഡേ എഡിറ്ററായിരുന്ന പി കെ ശ്രീനിവാസൻ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ എപ്പോഴാണ് മദ്രാസിലെത്തിയെന്ന് വെച്ചാൽ, അത് 1983. അപ്പോൾ ഈ സംഭവം നടക്കുന്ന 1980 80 ഒക്ടോബറിലാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ആർട്ടിക്കിൾ എൻ്റെ കൈ കിട്ടി, അത് ഞാനിങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുന്നു. അപ്പോൾ ചേട്ടനാണോ ഇത് കവർ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി. അല്ല ദിനേശ്, അത് ഡോക്ടർ പവിത്രനായിരിക്കും. അന്ന് ഡോക്ടർ പവിത്രനാണ് ഫിലിം മാഗസീന് വേണ്ടി മദ്രാസിൽ സിനിമാ സെറ്റുകൾ കവർ ചെയ്യുന്നത്, അദ്ദേഹം എടുത്തതായിരിക്കും. ഞാനിന്ന് ചെയ്യുന്നത് നിത്യവസന്തമായ നമ്മുടെ പ്രിയപ്പെട്ട നസീർ സാറിൻ്റെ ഒരു ദിവസത്തെക്കുറിച്ചാണ്. ഒരു ദിവസം, ഒരു പകലും രാത്രി ഒരു 11 മണി വരെ. അപ്പോൾ രസകരമായ, മലയാളത്തിൽ ഇന്ന് 1ാം നിരയിൽ നിൽക്കുന്ന ഒരാൾക്കും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും സിംപ്ലിസിറ്റിയും ഹാർഡ് വർക്കും ഒക്കെ ചെയ്യുന്ന നസീർ സാറിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. രാവിലെ 5:30 മണിക്ക്, കൃത്യം 5:30 മണിക്ക് നസീർ സാർ ഈ കീ കൊടുത്തതുപോലെ തന്നെ രാവിലെ ഉണരും. മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ 5:30 മണിയാകുമ്പോൾ ഉണരും. ഈ സംഭവം നടക്കുന്നത് 1980 ഒരു ഒക്ടോബർ മാസത്തിലാണ്. കാലാവസ്ഥ നിരീക്ഷകർ പറയും പോലെ ആകാശം മേഘാവൃതമാണ്, ഒറ്റപ്പെട്ട മഴയോ അല്ലെങ്കിൽ മഴയില്ലാത്തതോ ആയിരിക്കും എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കന്നിമാസമാണ് ഈ സംഭവം നടക്കുന്നത്. തെളിഞ്ഞു കിടക്കുന്ന ആകാശം കണ്ടപ്പോൾ, രാവിലെ ജനാലയിലൂടെ തെളിഞ്ഞു കിടക്കുന്ന ആകാശം കണ്ടപ്പോൾ നസീർ സാറിന് വലിയ സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് അദ്ദേഹത്തിന് വിജയ ഗാർഡൻസിലാണ്, ഔട്ട്ഡോറിലാണ് ഷൂട്ടിംഗ്. അപ്പോൾ ആകാശം മൂടിക്കിടന്നാൽ നഷ്ടം 2 എന്ന് അദ്ദേഹം പറയും. കാരണം ഒന്ന്, നിർമ്മാതാവിൻ്റെ പണം പോവും. നസീർ സാറിൻ്റെ പവൻ വിലയുള്ള ഒരു ദിവസത്തെ കാൾ ഷീറ്റും വെറുതെ ആവും. അതുകൊണ്ട് മഴ പെയ്യരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചിത്രീകരണം ഭംഗിയായിട്ട് നടക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ പറയുന്ന എന്താ പറയുക, നിർമ്മാതാവിൻ്റെ പൈസ ആയാലും ശരി, നസീർ സാറിൻ്റെ ഡേറ്റ് ആയാലും ശരി, അന്ന് വിലയുള്ള കാലമാണ്. ഇന്നത്തെ ദിവസം പൂർണ്ണമായും പ്രയോജനപ്പെടുത്താം എന്നോർത്തപ്പോൾ നസീർ സാറിന്
നല്ല എന്താ പറയുക ചടുലത തോന്നി. KP പിള്ള സംവിധാനം ചെയ്യുന്ന പാതിരാ സൂര്യൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങാണ് ഇന്ന് വിജയ ഗാർഡനിൽ നടക്കാൻ പോകുന്നത്. MG സോമനും നമ്മുടെ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ യേശുദാസ് ഗസ്റ്റ് റോളിൽ ചെയ്ത സിനിമയാണ്. പ്രമീളയും ശ്രീവിദ്യയും ജയഭാരതിയും കൽപ്പനയും അടൂർഭാസിയും സത്താറും TR റോമനിയും അടക്കം പ്രതാപചന്ദ്രനും അടക്കം ഒരു വലിയ താരനിരയുള്ള സിനിമയാണ് ഈ പാതിരാ സൂര്യൻ. ഭാഗ്യദീപം പിക്ചേഴ്സ് എന്ന് പറഞ്ഞ ബാനറിലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അതിലെ കഥയും തിരക്കഥയൊക്കെ ആരെഴുതിയെന്ന് നോക്കാൻ വേണ്ടി ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് കഥ ഭാഗ്യദീപം കഥാവിഭാഗം എന്നാണ് എഴുതിയിരിക്കുന്നത്. തിരക്കഥ ഭാഗ്യദീപം കഥാവിഭാഗമാണ് ചെയ്തിരിക്കുന്നത്. ആരാണ് ഈ കഥാവിഭാഗം എന്നറിയില്ല. യേശുദാസ് അതിഥി താരമാണ്. U രാജഗോപാലാണ് ക്യാമറാമാൻ. എനിക്ക് രാജഗോപാൽ സാറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞ പടം ഓർമ്മ വരും. അതിൽ ചഞ്ചലാക്ഷി എന്ന് പറഞ്ഞൊരു പടത്തിൽ നസീർ സാറിന് ഞാൻ ഇത്രയും സുന്ദരനായി വേറെ ഒരു പടത്തിലും കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ ചഞ്ചലാക്ഷി എന്ന് പറഞ്ഞ് ചമ്മണം പണഞ്ഞിരുന്ന് അദ്ദേഹം പാടുന്നത് ചഞ്ചലാക്ഷി എന്ന് പറഞ്ഞ് പാടുന്നൊരു പാട്ടുണ്ട്. അത് U രാജഗോപാൽ സാറായിരുന്നു ക്യാമറാമാൻ. നമ്മുടെ പ്രശസ്ത ഗാനരചയിതാവിൻ്റെ, നമ്മൾ പേര് പറയില്ല എന്ന് പറഞ്ഞ പ്രശസ്തനായ ഗാനരചയിതാവിൻ്റെ ഗാനങ്ങൾക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയായിരുന്നു സംഗീതം. യേശുദാസ്, ജയചന്ദ്രൻ, വാണി ജയറാം, അമ്പിളി എന്നിവരായിരുന്നു ഗായകർ. ഇതൊക്കെ ആലോചിച്ച് എണീക്കുമ്പോൾ ഭാര്യ ഹബീബ ബിബി നല്ലൊരു ചായയുമായി എത്തി. നസീർ സാറിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. എന്താ പറയുക, ആ ഉമ്മയുടെ അല്ലെങ്കിൽ ആ അമ്മയുടെ ഭാര്യയായിട്ട് ആ ഉമ്മയെ കിട്ടിയതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ പറയും. ചായ കുടിക്കുന്നതിനിടയിൽ ശ്രീമതിയോട് കുശലങ്ങളൊക്കെ ചോദിച്ചു. ഇന്നത്തെ ഷൂട്ടിംഗ് നടക്കുന്ന ചിത്രം, ചിത്രീകരിക്കുന്ന ലൊക്കേഷൻ, കൂടെയുള്ള സഹപ്രവർത്തകർ ഇതെല്ലാം പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ചോദിച്ചു ഉച്ചഭക്ഷണം എങ്ങനെ, എവിടെ എന്നവർ ചോദിച്ചു. എത്ര മണിവരെ ഷൂട്ടിംഗ് ഉണ്ടാവും എന്നവർ ചോദിച്ചു. ഏതെങ്കിലും ഡബ്ബിങ് ഈ ഷൂട്ടിങ്ങിന് ശേഷം ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഈ നസീർ സാറിൻ്റെ ഭാര്യയുടെ ഒരു പ്രശ്നം, അല്പം ചെവിക്ക് കേൾവിക്കുറവുണ്ട്. അല്പം ഉച്ചത്തിൽ പറഞ്ഞാലേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചോദിച്ചതിനെല്ലാം മറുപടികൾ അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഇന്ന് ആർക്കൊക്കെ കാശ് അയക്കണമെന്ന് ചോദിച്ചു. ഈ ശമ്പളം കൊടുക്കുന്ന പോലെ പെൻഷൻ കൊടുക്കുന്ന പോലെ മാസം മാസം കാശ് അയക്കുന്ന ഒരാളാണല്ലോ നസീർ സാർ ഒരുപാട് പേർക്ക്. അപ്പോൾ ഇന്ന് ആർക്കൊക്കെ കാശ് അയക്കണമെന്ന് അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഈ ചായ കുടിക്കിടയിൽ നടന്നു. മകൻ ഷാനവാസ് 5 മണിക്ക് തന്നെ എണീറ്റ് കുതിര സവാരിക്കായി പോയി കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ നസീർ സാർ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് നസീർ സാറിന് വലിയ സന്തോഷം. കുറേ കാലം മുമ്പ് ഞാനും ഇതേപോലെ വെളുപ്പിനെ എണീറ്റ് കുതിര സവാരിക്ക് പോയിരുന്നത് പ്രേം നസീർ ആ സമയത്ത് ഓർത്തു. ഇനി അതിനൊന്നും വയ്യ എന്ന് നസീർ സാർ എന്നെ പറഞ്ഞു. ഇതുവരെയുള്ള തൻ്റെ ആരോഗ്യത്തിന് ഈ വ്യായാമം വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട്, ഉതകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കുതിര സവാരിയൊക്കെ കൃത്യമായി ചെയ്തിരുന്നതുകൊണ്ട്, നല്ല പ്രായത്തിൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ പ്രായത്തിൽ നല്ല ആരോഗ്യത്തിലിരിക്കുന്നത് എന്ന് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു. മകനും ഇതേപോലെ ആരോഗ്യ പരിരക്ഷണത്തിൽ നല്ല ശ്രദ്ധിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. നല്ല കാര്യം എന്ന് പറയാൻ മറന്നില്ല. അവൻ ചെയ്യുന്ന ഷാനു ചെയ്യുന്ന നല്ല കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സമയത്ത് ഷാനവാസിന് തമിഴിൽ 3-4 പടങ്ങൾ എഗ്രിമെൻ്റായി എന്നതും അച്ഛനായ പ്രേം നസീറിന് ആഹ്ലാദം പകരുന്നതായി. പക്ഷേ എഗ്രിമെൻ്റ് ആവുന്നേ ഉള്ളൂ, ഒന്നും നടക്കുന്നില്ല. പല്ല് തേപ്പ്, കുളി മുതലായ ദിനചര്യകൾക്കിടയിൽ കുറഞ്ഞത് 15-20 മിനിറ്റെങ്കിലും നസീർ സാറ് എക്സസൈസ് ചെയ്യും, വ്യായാമം ചെയ്യും. ലഘുവായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യാറ്. ഒരു 20 മിനിറ്റിനുള്ളിൽ ചെയ്യും ഈ പല്ല് തേക്കുന്നതിന് മുമ്പ് ചെറിയ ചെറിയ വ്യായാമങ്ങൾ. ഇതിനിടയിൽ തന്നെ അദ്ദേഹം ഹിന്ദു ദിനപത്രത്തിലൂടെ പ്രധാന തലക്കെട്ടുകൾ എല്ലാം ഈ പല്ല് തേപ്പും കുളിക്കും ഇടയിൽ അതെല്ലാം ഒന്ന് നോക്കും. ഇന്നത്തെ എന്തൊക്കെയാണ് പ്രധാന വാർത്തകളെന്ന് അത് ഹിന്ദു പത്രത്തിലാണ് നോക്കുന്നത്. ഇത്രയാകുമ്പോഴേക്കും പ്രേം നസീറിൻ്റെ ലാൻഡ് ഫോൺ ഉണരും എന്ന് പറയാം. കാരണം നസീർ സാർ എണീറ്റ് എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ട് വിളിക്കാനായിട്ട്. ഒരു 6 മണി ആയിക്കോട്ടെ, നസീർ സാർ ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് വിളിക്കാമെന്ന് പറഞ്ഞ് തലേദിവസം റെഡിയായി കേരളത്തിലിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ ലാൻഡ് ഫോൺ ഉണർന്നു. ആലപ്പുഴയിൽ നിന്നും ബോബൻ കുഞ്ചാക്കോയാണ് വിളിക്കുന്നത്. ഇവിടെ നല്ല മഴ തുടങ്ങി, ആലപ്പുഴയിൽ നല്ല മഴയുണ്ട്, കാൾ ഷീറ്റ് മാറ്റി വയ്ക്കണോ എന്നാണ് ബോബൻ കുഞ്ചാക്കോയുടെ രാവിലെയുള്ള അന്വേഷണം. വേണ്ട, മാറ്റി വയ്ക്കരുത് എന്നായിരുന്നു മറുപടി. ഈ കോൾ ഷീറ്റ് മാറ്റിയാൽ അടുത്ത കാലത്തൊന്നും പകരം നൽകാൻ തൻ്റെ കൈവശം ഡേറ്റില്ല, അതാണ് പ്രശ്നം. ഫോൺ താഴെ വെച്ച് ധൃതിയിൽ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. നസീർ സാർ ഡ്രസ്സ് ചെയ്യുമ്പോഴും ഭാര്യയുടെ ഒരു സഹായം ഉണ്ടാവും. എനിക്ക് ആ ഫിലിമേഴ്സിലെ ഫോട്ടോകൾ ഇതിൽ കാണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. കാരണം അന്നത്തെ കാലത്ത് ബ്ലോക്ക് എടുത്താണ് അടിക്കുന്നത്, അപ്പോൾ നരച്ചിരിക്കുകയുള്ളൂ. അത് നമ്മൾ ഈ സ്ക്രീനിൽ കാണിച്ചാൽ എത്ര നന്നാവും എന്ന് പറഞ്ഞൂടാ. ഞാൻ ശ്രമിക്കാം, ഒന്ന് ഡീറ്റെയിൽസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഫോൺ താഴെ വെച്ച് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭാര്യ വന്നു. അവർ സഹായിച്ചാൽ മാത്രമേ നസീർ സാറിന് ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ. അവർ വന്ന് ഈ ബട്ടണൊക്കെ ഇട്ട് കൊടുക്കും ഉടുപ്പിൽ. അതിൻ്റെ ബട്ടൺ ഇട്ട് കൊടുക്കുന്ന ഫോട്ടോയൊക്കെ ഈ ഫിലിമേഴ്സിലുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് ബട്ടണൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ
ഭാര്യ സഹായിക്കുന്നു, ഒരമ്മയെപ്പോലെ അണിയിച്ചൊരുക്കുന്നു എന്നാണ് ആ ഫിലിം മാഗസീൻ്റെ ആ റിപ്പോർട്ടർ മദ്രാസ് ലേഖകൻ എഴുതിയിരിക്കുന്നത്. ഇതിനിടയിലും പ്രേം നസീർ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത്തവണ വിളിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ മേനോനാണ്. പുതിയ പടത്തെപ്പറ്റി മേനോൻ പറഞ്ഞു. ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത പടം എന്താണെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ നസീർ സാർ പറയുകയാണ്, നല്ല കാര്യം, നമുക്കത് ചെയ്യാം, സൗകര്യം പോലെ അക്കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് പ്രേമഗീതങ്ങളെന്ന് പറഞ്ഞ സിനിമ, ഞാൻ അടുത്ത് ചെയ്യുന്ന സിനിമയിൽ മകൻ ഷാനവാസിനെ ഞാൻ അഭിനയിപ്പിക്കട്ടോ എന്ന് ചോദിക്കാനായിരിക്കണം നസീർ സാറിനെ അദ്ദേഹം വിളിച്ചത്. കാരണം അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നസീർ സാറ് എൻ്റെ മകൻ ഷാനവാസിനെ അദ്ദേഹം അഭിനയിപ്പിക്കുമ്പോഴും നസീർ സാറിനെ മേനോൻ ചേട്ടൻ അഭിനയിപ്പിച്ചിരുന്നില്ല. കാരണം ബാലചന്ദ്ര മേനോൻ്റെ സിനിമയിൽ ആദ്യമായിട്ട് പ്രേം നസീർ അഭിനയിക്കുന്നത് കാര്യം നിസ്സാരത്തിലാണ്. ലക്ഷ്മി അവതരിപ്പിച്ച അമ്മിണിക്കുട്ടിയുടെ ഭർത്താവ് ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ മാന്യനായ സാധു മനുഷ്യനായിട്ട് അഭിനയിച്ച വേഷമായിരുന്നു കാര്യം നിസ്സാരത്തിൽ. പക്ഷേ ആ പടം നിർമ്മിച്ചത് 1982 അവസാനമോ മറ്റോ ആണ്. കാരണം 83-ലാണ് വിഷു റിലീസായിട്ട് ഏപ്രിലിൽ കാര്യം നിസ്സാരം റിലീസായത്. മറ്റൊരു മേനോൻ ചിത്രത്തിൽ പ്രേം നസീർ വന്നത് പ്രശ്നം ഗുരുതരമാണ്. അത് ശുദ്ധഗതികാരനായ രാമമൂർത്തി എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, ബ്രാഹ്മണ യുവാവായിട്ടാണോ മനുഷ്യനായിട്ടോ എന്ന് പറയാം, ഒരു ബ്രാഹ്മണനായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. ഡോക്ടർ സുജാത എന്ന ജയഭാരതിയെ സ്നേഹിക്കുന്ന പാവത്താനായിട്ട്. ഈ ചിത്രം 1983 ക്രിസ്മസ് റിലീസായിട്ടാണ് തിയേറ്ററിലെത്തിയത്. അപ്പോൾ 1980 ഒക്ടോബറിൽ ഈ രണ്ട് സിനിമകളെ പറ്റിയും ആയിരിക്കില്ല പ്രേം നസീറും ബാലചന്ദ്ര മേനോനുമായിട്ട് ചർച്ച ചെയ്തത്. എന്നാൽ 1981 ആഗസ്റ്റിൽ റിലീസായ ഷാനവാസ് ആദ്യമായി സ്ക്രീനിൽ വന്ന പ്രേമഗീതങ്ങളെ പറ്റിയാവും പറഞ്ഞത് എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്, ഇക്കാരണങ്ങൾ കൊണ്ടാണ് പറയുന്നത്. എന്തായാലും നല്ല കാര്യം, നമുക്കത് ചെയ്യാം, സൗകര്യം പോലെ അക്കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് മേനോൻ ചേട്ടൻ്റെ ഫോൺ നസീർ സാർ കട്ട് ചെയ്തത്. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിയിൽ സന്ദർശകർ നിറഞ്ഞു കഴിഞ്ഞു. പലരും അപരിചിതരാണ്, ചിലർ കേരളത്തിൽ നിന്നും വന്നവരാണ്. തൃശ്ശൂർ മാളയിൽ നിന്നും വന്നിട്ടുള്ള ഒരു പാർട്ടിയുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ സംഭാവനയാണ്. എന്തിനാണ് സംഭാവന എന്ന് ചോദിച്ചാൽ, അവർക്ക് പുതുതായി ഒരു പള്ളി പണിയണം, അതിന് ഉദാരമായി നസീർ സാർ സഹായിക്കണമെന്ന് പറയാനാണ് മാളയിൽ നിന്ന് ഒരു സംഘം എത്തിയിരിക്കുന്നത് ഈ വെളുപ്പാക്കാലം രാവിലെ 6 മണിക്ക്. ഇങ്ങനെ എല്ലാവരും കൂടി എന്നെ തന്നെ പിടികൂടിയാൽ ഞാൻ എന്ത് ചെയ്യും എന്നായിരുന്നു നസീർ സാറിൻ്റെ ആദ്യത്തെ ചോദ്യം. പ്രേം നസീർ അവരോട് തൻ്റെ പരിഭവം പറഞ്ഞുവെങ്കിലും ഒടുവിൽ അവർ മടങ്ങിയത് മോശമല്ലാത്ത ഒരു തുക സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു. എല്ലാം പറഞ്ഞിട്ട്, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കേരളത്തിൽ എന്ത് തുടങ്ങിയാലും അതിന് നേരെ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം മോശമല്ലാത്ത ഒരു തുക ആ പള്ളി കമ്മിറ്റിക്ക് കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു. ഡിസംബറിൽ എറണാകുളത്ത് നടക്കുന്ന ഒരു സ്കൂൾ രജത ജൂബിലിക്ക് പ്രേം നസീർ വന്നേ പറ്റൂ എന്ന് ശാഠ്യം പിടിക്കുന്നവരാണ് അടുത്ത ടീം. എറണാകുളത്ത് നിന്ന് ചെന്നിരിക്കുകയാണ് മദ്രാസിൽ. ഞങ്ങളുടെ സ്കൂളിൻ്റെ രജത ജൂബിലി ഫംഗ്ഷൻ താങ്കൾ അറ്റൻഡ് ചെയ്യണമെന്ന് പറയാനാണ് വന്നിരിക്കുന്നത്. അവരെ ഒഴിവാക്കാൻ പ്രേം നസീർ പരമാവധി ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ അവരുണ്ടോ വിടുന്നു? അവർ വിടുന്നേയില്ല. അവരാളിൽ പിടിക്കുമ്പോൾ പിടിക്കുകയാണില്ല. സാർ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. കാര്യം തീരുമാനമാകാതെ നീണ്ടു പോകുമ്പോൾ അകത്ത് നിന്ന് ജോലിക്കാരിൽ പലരും വന്ന് പല പ്രാവശ്യമായിട്ട് വന്ന് നസീർ സാറിനോട് പ്രാതൽ കഴിച്ചിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തി. കാരണം കൃത്യമായി ലൊക്കേഷനിൽ വരുന്ന ആളാണല്ലോ. അപ്പോൾ പോകാൻ സമയമായി, സാർ പ്രാതൽ കഴിച്ചിട്ടില്ല എന്ന് പലരും വന്ന് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി ജോലിക്കാർ. പ്രേം നസീർ പ്രാതൽ കഴിക്കുന്നതിൽ സന്ദർശകർക്ക് ആർക്കും വിരോധമില്ലല്ലോ എന്ന് ഉറപ്പായപ്പോൾ അവരുടെയൊക്കെ ചോദിച്ചു, ഞാൻ പ്രാതൽ കഴിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ഭക്ഷണ മുറിയിലേക്ക് നീങ്ങി. മേശപ്പുറത്ത് പ്രാതലെല്ലാം തയ്യാറാക്കി, പ്രഭാത ഭക്ഷണം തയ്യാറാക്കി ഭാര്യയും ഷാനവാസിൻ്റെ ഭാര്യയും കാത്തിരിക്കുകയാണ്, ഐഷയും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ ചിട്ട പാലിക്കുന്ന ആളാണ് നസീർ സാർ. 3 ഇഡ്ഡലിയാണ് രാവിലെ കഴിക്കുന്നത്. വലിയ ഒരു സദ്യ ഉണ്ണുന്നത് പോലെ വിസ്തരിച്ചാണ് ഈ പറയുന്ന പ്രഭാത ഭക്ഷണം. ഈ 3 ഇഡ്ഡലി അദ്ദേഹം കഴിക്കുന്നത് ഒരു വലിയ വിവാഹ സദ്യ കഴിക്കാനിരിക്കുന്ന ലാഘവത്തോടെ ഇരുന്നാണ്, വളരെ ആഡംബരപൂർണ്ണമായി ഇരുന്നാണ് അദ്ദേഹം കഴിക്കുന്നത്. ഓരോ ഇഡ്ഡലിയായിട്ട് ആണ് അദ്ദേഹം കഴിക്കുന്നത്. ഒരു ഇഡ്ഡലി വെച്ച് അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇഡ്ഡലി വയ്ക്കാവൂ. ഒരെണ്ണം ഭാര്യ വിളമ്പി കറികൾ ഒഴിച്ച് അത് സാവധാനം അദ്ദേഹം കഴിക്കും. പിന്നെ അടുത്തത് അത് ഭാര്യ തന്നെ എടുത്ത് വയ്ക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. കാപ്പുകൂടി കഴിഞ്ഞു. വീണ്ടും സന്ദർശക മുറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭാര്യ മൾട്ടി വിറ്റാമിൻ ഗുളികകൾ അദ്ദേഹത്തെ കഴിപ്പിച്ചു. എന്തൊക്കെയോ മൾട്ടി വിറ്റാമിൻ ഡോക്ടർമാർ എഴുതിയ ഗുളികകളുണ്ട്, അത് കഴിപ്പിച്ചു. മൾട്ടി വിറ്റാമിൻ ഗുളികകൾ കഴിച്ച വീര്യമായിരിക്കണം എന്ന് തോന്നുന്നു. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ചലനങ്ങളെല്ലാം വളരെ ദ്രുതഗതിയിലായിരുന്നു. അത് ഈ ഗുളിക കഴിച്ചതിലായിരിക്കാമെന്നാണ് കേരള കൗമുദിയുടെ അല്ലെങ്കിൽ ഫിലിം മാഗസീൻ്റെ റിപ്പോർട്ടർ പറയുന്നത്.
സന്ദർശക മുറിയിൽ അപ്പോഴും കാത്തുകിട്ടി നിന്നവരുടെ നേരെ ബൈ ബൈ എന്ന് അർത്ഥത്തിൽ കൈകൊണ്ട് ടാറ്റ കാണിച്ചിട്ട് അദ്ദേഹം പൂമുഖത്തെത്തിയതും കാറിലേക്ക് ഒരൊറ്റ ഓട്ടമാണെന്നാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കാറിലേക്ക് അങ്ങ് ഭയങ്കര സ്പീഡിൽ ഓടും പോലെ ചെന്ന് അങ്ങ് കാറിൽ കയറാൻ പോവുകയാണ്. സന്ദർശകർ വിട്ടില്ല, അവർ പിന്നാലെ ഓടുകയാണ്. പക്ഷേ നസീർ സാറിൻ്റെ സാരഥിയായ ഡ്രൈവർ ശിവൻ, വളരെ വിശ്വസ്തനായ ഡ്രൈവറായിരുന്നു ശിവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. നസീർ സാർ വന്നാൽ ഉടൻ എടുക്കാനായിട്ട്. പ്രേം നസീറിൻ്റെ വീട്ടുകാവൽക്കാരനായ ഗൂർഖയാകട്ടെ ഇതിനിടയിൽ സന്ദർശകരെ അകറ്റി നിർത്തി കഴിഞ്ഞിരുന്നു. കാറിനെ വട്ടം നിൽക്കാനൊന്നും സമ്മതിച്ചില്ല. അവരെ രണ്ട് സൈഡിലാക്കി കഴിഞ്ഞു. കാറ് നേരെ പുറത്തേക്ക് പോയി. പ്രേം നസീറിനെയും കൊണ്ടുള്ള കാറ് പറന്നു പോകുന്നത് വാഹിനി സ്റ്റുഡിയോയിലെ മേക്കപ്പ് റൂമിലേക്കാണ്. അവിടെ നിന്ന് മേക്കപ്പ് ചെയ്തിട്ട് അദ്ദേഹം വിജയ ഗാർഡനിൽ ഷൂട്ടിങ്ങിന് പോകും. രണ്ടും ഒരു മുതലാളിയുടെ സ്ഥാപനങ്ങളാണ്. അപ്പോൾ എന്താ പറയുക, വാഹിനി സ്റ്റുഡിയോയിലിരുന്ന് മേക്കപ്പ് ചെയ്തിട്ട് വിജയ ഗാർഡനിലേക്ക് പോകും. വാഹിനി സ്റ്റുഡിയോയുടെ ഗേറ്റ് മുതൽ മേക്കപ്പ് റൂം വരെയുള്ള യാത്രയിൽ വഴിനീളെ അനേകം പേർ പ്രേം നസീറിനെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. അഭിവാദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം അവർക്കെല്ലാം മധുരം നിറഞ്ഞ പുഞ്ചിരി സമ്മാനിക്കാൻ മറന്നില്ല. നസീർ സാറിൻ്റെ ചിരി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പുഞ്ചിരി എന്ന് പറഞ്ഞാൽ മനോഹരമായ പുഞ്ചിരിയല്ലേ, നമുക്കൊരിക്കലും മടുക്കില്ല ആ മനുഷ്യൻ ചിരിച്ചാൽ. അപ്പോൾ റോഡിൻ്റെ ആ സ്റ്റുഡിയോയ്ക്കകത്തുള്ള റോഡിലൂടെ കാർ നീങ്ങി പോകുമ്പോൾ നസീർ സാറാണ് വരുന്നതെന്ന് കാണുമ്പോൾ ഓരോരുത്തരും അദ്ദേഹത്തെ നോക്കി നമസ്കാരം പറയുന്നു, സലാം വയ്ക്കുന്നു, ചിരിക്കുന്നു. അവർക്കെല്ലാവർക്കും നസീർ സാറും ചിരിയും കൈവീശിയൊക്കെ കാണിച്ച് കാറങ്ങ് പോയി. അവരിൽ പലരും അപരിചിതരാണെങ്കിലും ചിരകാല പരിചിതരെ പോലെയാണ് പ്രേം നസീർ ചിരിച്ചുകൊണ്ട് അഭിവാദ്യം നൽകിയത്. അപരിചിതരാണോ പരിചയക്കാരാണോ എന്നൊന്നും നസീർ സാർ ചിന്തിക്കുന്നേയില്ല. മേക്കപ്പ് റൂം തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവിടെ മുന്നിൽ അടൂർ ഭാസിയെ കണ്ടതും നസീർ സാറിൻ്റെ മുഖം കൂടുതൽ പ്രസന്നമായി. സെറ്റിൽ അടൂർ ഭാസി കൂടെ ഉണ്ടെങ്കിൽ നല്ല നേരം പോക്കുകളും കഥകളും പൊട്ടിച്ചിരിയും ഒക്കെ ലഭിക്കും. അതാണ് നസീർ സാറിന് അടൂർ ഭാസിയോടുള്ള സ്നേഹം. രാമു എന്ന മലയാളിയാണ് അവിടെ മേക്കപ്പ് മാൻ. നസീർ സാറിൻ്റെ സ്ഥിരം മേക്കപ്പ് മാൻ ഒരു സോമനാണ്, ഞങ്ങളുടെ നാട്ടുകാരൻ. പക്ഷേ അദ്ദേഹം അല്ല, ഈ സമയത്ത് 80കളിൽ മേക്കപ്പ് ചെയ്യുന്നത് തമിഴ് സിനിമകൾ ഒരുപാട് ചെയ്യുന്ന രാമുവാണ്. 30 വർഷം മുമ്പ് തമിഴ് സിനിമാ വേദിയിൽ കടന്നുകൂടിയ ആളാണ് മേക്കപ്പ് മാൻ രാമു. ത്യാഗരാജ ഭാഗവതർ മുതൽ വലിയ പ്രശസ്തരായ ഒരുപാട് താരങ്ങളുടെ മേക്കപ്പ് മാനായി പ്രവർത്തിച്ച ആളായിരുന്നു രാമു. ഈ നസീർ സാറിന് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് രാമു എൻ നമ്പ്യാരുടെ പേഴ്സണൽ മേക്കപ്പ് മാനാണ്. തങ്കക്കാഹെ എന്ന് പറഞ്ഞ തമിഴ് പടത്തിലാണ് രാമു നസീർ സാറിന് ആദ്യമായി മേക്കപ്പ് ചെയ്തതെന്ന് പറയുമ്പോൾ 30 വർഷം പുറകിലേക്ക് നസീർ സാറിൻ്റെ ഓർമ്മകൾ പോയി. കാരണം തങ്കക്കാഹെ എന്ന് പറഞ്ഞ പടം ചെയ്തിട്ട് 30 വർഷമായി നസീർ സാർ. താൻ തമിഴ് സിനിമയിലെ തിരക്കുള്ള നായകന്മാരിൽ ഒരാളായിരുന്നു അക്കാലത്ത് എന്ന് നസീർ സാർ ഓർത്തു. വർഷത്തിൽ 5 or 6 സിനിമകൾ മാത്രം നിർമ്മിക്കുന്ന മലയാള സിനിമ. അക്കാലത്ത് വർഷത്തിൽ 10-20 സിനിമകളിൽ തമിഴ് സിനിമകളിൽ പ്രേം നസീർ അഭിനയിച്ചു. രാമുവിൻ്റെ മേക്കപ്പ് കഴിഞ്ഞതോടെ കുപ്പുരാജ് എന്ന് പറഞ്ഞത് കോസ്റ്റ്യൂമറാണ്. അടുത്ത ഊഴം കുപ്പുരാജിനാണ്. കുപ്പുരാജും തമിഴ് ചലച്ചിത്ര ലോകത്തെ തിരക്കുള്ള വസ്ത്രാലങ്കാരകനാണ്. കുപ്പുരാജിനെ കണ്ടതും പ്രേം നസീർ സ്വയം വസ്ത്രാക്ഷേപം നടത്തി എന്നാണ് ഈ കൂടെ പോയ കൗമുദി ലേഖനം എഴുതിയിരിക്കുന്നത്. കാരണം അദ്ദേഹം തന്നെ ഉടുപ്പും പാൻസും ഒക്കെ ഊരിയിട്ടു അവരുടെ ഇടാൻ വേണ്ടി. ഞൊടിയിടയിൽ കുപ്പുരാജിൻ്റെ വിദഗ്ധ ഹസ്തങ്ങൾ ഉറക്കറ വസ്ത്രം പോലുള്ള, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ പൈജാമ പോലുള്ള ഒരു ഡ്രസ്സും അതിൻ്റെ ഒരു ടോപ്പും നസീർ സാറിനെ അണിയിച്ചു. പിന്നെ താമസമുണ്ടായില്ല. ശിവൻ എന്ന തൻ്റെ സാരഥി തെളിയിക്കുന്ന കാറിൽ കയറി പ്രേം നസീർ വാഹിനി സ്റ്റുഡിയോയുടെ തൊട്ടടുത്ത് തന്നെയുള്ള വിജയ ഗാർഡൻസിലെത്തി. മേക്കപ്പും ഡ്രസ്സും ഇട്ട് കഴിയുമ്പോൾ നേരെ കാറിൽ കയറി വിജയ ഗാർഡൻസിലെത്തി. അവിടെ പാതിര സൂര്യൻ്റെ യൂണിറ്റ് നായകനെ കാത്തു നിൽക്കുകയാണ്. സംവിധായകൻ KP പിള്ള നസീറിനെ അഭിവാദ്യം ചെയ്ത് ഷൂട്ടിംഗ് നടക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നേരത്തെ മേക്കപ്പ് കഴിഞ്ഞ അടൂർ ഭാസിയും TR റോമനിയും അടക്കം നസീർ സാർ വരുന്നതും കാത്ത് അവിടെ ഇരിപ്പുണ്ട്. അവരോടും ക്യാമറാമാൻ U രാജഗോപാലിനോടും അല്പം കുശലം. എല്ലാം റെഡിയായി തുടങ്ങുകയല്ലേ എന്ന് KP പിള്ള ഭവ്യതയോടെ നസീർ സാറിനോട് ചോദിച്ചു. സാർ എല്ലാം റെഡിയാണ്, തുടങ്ങാമോ എന്ന് ചോദിച്ചു. ഞാൻ എപ്പോഴേ റെഡി എന്ന് പറഞ്ഞുകൊണ്ട് പ്രേം നസീർ ക്യാമറയുടെ മുന്നിലേക്ക് പോയി. പ്രേം നസീറും അടൂർ ഭാസിയുമായിട്ടുള്ള ഒരു സീനാണ് എടുക്കുന്നത്. രണ്ടുപേരും കൃത്യമായി സംഭാഷണങ്ങൾ പറഞ്ഞു. ഭംഗിയായി ആദ്യ ഷോട്ട് കഴിഞ്ഞു. ഇതിനിടയിൽ P ചന്ദ്രകുമാർ സംവിധാനം ചെയ്യുന്ന തീരം തേടുന്നവർ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ചക്രപാണി എന്ന ആളും അസ്തമിക്കാത്ത പകലുകൾ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ കുര്യൻ വർണ്ണശാലയും വന്ന് നിൽപ്പുണ്ട് നസീർ സാറിനെ കാണാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ഈ ഷോട്ട് കഴിഞ്ഞാൽ ഇനി ലൈറ്റപ്പൊക്കെ ചെയ്തു വരാനുള്ള സമയമുണ്ടല്ലോ. രണ്ടു പേർക്കും ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഡബ്ബിങ്ങിനുള്ള
നസീർ സാറിൻ്റെ കോൾ ഷീറ്റ് കിട്ടണം. അടുത്ത ഷോട്ടിനുള്ള ഒരുക്കം ആരംഭിക്കുമ്പോഴേക്കും നസീർ സാർ 2 സന്ദർശകരുടെയും അടുത്തെത്തി. ചക്രപാണിയുടെ തീരം തേടുന്നവർ ഡബ്ബിംഗ് പ്രശ്നമില്ല. കാരണം അത് ഇന്ന് രാത്രി അവരോട് ഡബ്ബ് ചെയ്യാമെന്ന് നേരത്തെ തന്നെ ഏറ്റിരുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വന്ന് ഡബ്ബ് ചെയ്ത് തീർത്ത് തരാം എന്ന് പറഞ്ഞു. അത് പ്രശ്നമില്ല. പക്ഷേ കുര്യൻ വർണ്ണശാലയുടെ ആവശ്യം പരിഹരിക്കാൻ പ്രയാസമാണ്. ചക്രപാണിയുടെ പടം ഡബ്ബിംഗ് കഴിഞ്ഞാൽ ഉടനെ നായാട്ടിൻ്റെ ഡബ്ബിംഗ് തീർക്കണം. പിന്നെ എവിടെ സമയം എന്നാണ് നസീർ സാർ ചോദിക്കുന്നത്. ആലോചിച്ചു, ഒരു പടം ഡബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നായാട്ടിൻ്റെ ലൊക്കേഷനിലേക്ക് ഡബ്ബ് ചെയ്യാനായിട്ട് അടുത്ത സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. നാളെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാമെന്ന് നസീർ സാർ പറഞ്ഞു നോക്കിയെങ്കിലും കുര്യൻ വിടാൻ ഭാവമില്ല. അയ്യോ അങ്ങനെ പറയരുത് സാർ, നാളെ സാറിൻ്റെ കൂടെ അസ്തമിക്കാത്ത പകലിൽ അഭിനയിച്ച അംബിക നാട്ടിലേക്ക് പോവുകയാണ്, കല്ലറയ്ക്ക് പോവുകയാണ്. പിന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ലിസിയും ഉണ്ടാവില്ല, ലിസിയും നാട്ടിലേക്ക് പോവുകയാണ്. പിന്നെ അടുത്തൊന്നും ഡബ്ബിംഗ് നടക്കില്ല. 1 മണിക്കൂർ നസീർ സാർ ഉണ്ടായിരുന്നാൽ നമുക്ക് അസ്തമിക്കാത്ത പകലിൽ ഡബ്ബ് ചെയ്ത് തീർക്കാമെന്നാണ് കുര്യൻ പറയുന്നത്. എല്ലാവരുടെയും വിഷമങ്ങൾ സ്വന്തം വിഷമങ്ങൾ പോലെ കാണുന്ന ആളാണല്ലോ നസീർ സാർ. അതാണ് ആ മനുഷ്യൻ മലയാള സിനിമയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന. അതാണ് ഒരു നിർമ്മാതാവിൻ്റെ ആയാലും ഒരു സംവിധായകൻ്റെ ആയാലും ആരുടെ വിഷമവും അദ്ദേഹത്തിൻ്റെതുപോലെ ഏറ്റെടുക്കും. കുര്യൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നാളെ അംബിക പോവും, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ലിസിയും പോവും, പിന്നെ 1 മാസത്തോളം അവർ വരില്ല എന്ന് പറയുമ്പോൾ സാർ എങ്ങനെയെങ്കിലും ഒരു മണിക്കൂർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നസീർ സാറ് തർക്കിക്കാനൊന്നും പോയില്ല കുര്യനോട്. അതെങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, കുര്യ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കില്ലേ, അപ്പോൾ അതായത് 1 മണിക്കും 2 മണിക്കും ഇടയിൽ ഞാൻ വരാം എന്ന് കുര്യൻ വാക്ക് കൊടുത്തു. അതോടുകൂടി വിജയശ്രീ ലാളിതനായതിനെ പോലെ കുര്യൻ വർണ്ണശാല മടങ്ങിപ്പോയി. ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിക്കൊള്ളാം, അല്ല 1 മണിക്ക് എത്താം, 2 മണി വരെ 1 മണിക്കൂർ ബ്രേക്ക് ഇവിടെ ഉണ്ടല്ലോ, ആ ബ്രേക്ക് സമയം ഞാൻ വന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് സിനിമാക്കാരല്ലാത്ത 2 വിശിഷ്ട വ്യക്തികൾ നസീറിനെ സന്ദർശിക്കാനായി വിജയ ഗാർഡൻസിലെത്തുന്നു. ആരെന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ മുൻ മന്ത്രിയായ കെ ബാലകൃഷ്ണനും പ്രസൻറ്റ് ടൈമിൽ 80കളിലെ MP ആയിരിക്കുന്ന കുഞ്ഞമ്പുവാണ് വന്നിരിക്കുന്നത്. നസീറിനെ തിരക്കി വീട്ടിൽ ചെന്നപ്പോഴാണ് ഷൂട്ടിങ്ങിനായി പോയിരിക്കുന്ന വിവരം ഇവർ 2 പേരും അറിയുന്നത്. ഈ മുൻ മന്ത്രിയും MP അറിയുന്നത്. സിനിമയുമായോ കോടമ്പക്കമായോ യാതൊരു ബന്ധവുമില്ലാത്ത ആ രാഷ്ട്രീയ പ്രമുഖന്മാർ പല സ്റ്റുഡിയോകളിൽ കയറി ഇറങ്ങിയാണ് അവസാനം വിജയ ഗാർഡൻസിലെത്തിയത്. ഓരോ സ്റ്റുഡിയോയിലും ചെന്ന് അന്വേഷിച്ചു ഇവിടെ നസീർ സാർ ഉണ്ടോയെന്ന്. അങ്ങനെ നസീർ സാറിനെ അന്വേഷിച്ചാണ് അവസാനം വിജയ ഗാർഡൻസിലെത്തിയത്. 1 നൂറ്റാണ്ട് മുൻപ് നീചത്വങ്ങൾക്കെതിരെ പടപൊരുതിയ ഹരിജൻ നേതാവായ അയ്യങ്കാളിയുടെ പ്രതിമയ്ക്ക് മദ്രാസിലെ ആശാൻ മെമ്മോറിയൽ സ്കൂൾ അങ്കണത്തിൽ വെച്ച് മദ്രാശിയിലെ മലയാളി സംഘടനകൾ നൽകുന്ന യാത്രയപ്പിൽ പങ്കുകൊണ്ട് പ്രേം നസീർ പ്രസംഗിക്കണമെന്ന അഭ്യർത്ഥന നടത്താനാണ് ഈ പറഞ്ഞ മുൻമന്ത്രി കെ ബാലകൃഷ്ണനും MP ആയ കുഞ്ഞമ്പുവും എത്തിയിരിക്കുന്നത്. അടുത്ത ഞായറാഴ്ച കാലത്ത് 10 മണിക്കാണ് മീറ്റിംഗ്. അന്നും നസീർ സാർ പാതിരാ സൂര്യൻ്റെ ലൊക്കേഷനിൽ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. നസീർ സാർ ഉടനെ തന്നെ സംവിധായകൻ KP പിള്ളയുമായി കൂടിയാലോചന നടത്തി. ഞാൻ ഈ അടുത്ത ഞായറാഴ്ച 1 മണിക്കൂർ എന്നെ ഇവിടെ നിന്ന് ഫ്രീ ആക്കാമോ? ഞാൻ 10 മണിക്ക് പോയിട്ട് 11 മണിക്ക് വരാം. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, കാരണം ഒരു മുൻ മന്ത്രിയും ഒരു MPയുമാണ് വന്നിരിക്കുന്നത്. അതും തലസ്ഥാനത്തെ വീരപുത്രനായ അയ്യങ്കാളിയുടെ പ്രതിമയ്ക്ക് സ്വീകരണം നൽകുന്ന യോഗത്തിൽ പ്രസംഗിക്കാനാണ് എന്ന് പറഞ്ഞു. കാലത്ത് 11 മണിക്ക് യോഗസ്ഥലത്ത് എത്തിച്ചേരാമെന്ന് നസീർ സാർ അവർക്ക് വാക്ക് കൊടുത്തു. 1 മണിക്കൂർ താൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാമെന്നും അവരോട് ഉറപ്പിച്ച് പറഞ്ഞു. തിരിച്ച് വീണ്ടും എനിക്ക് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാനുള്ളതാണ്, അപ്പോൾ ഞാൻ 1 മണിക്കൂർ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ബാലകൃഷ്ണനും കുഞ്ഞമ്പുവും സന്തുഷ്ടരായി നസീർ സാറിന് നന്ദി പറഞ്ഞ് കയറിപ്പോയി. അടുത്ത സീനിൽ അഭിനയിക്കാൻ 6 വയസ്സുകാരനായ ഒരു പയ്യൻ അവൻ്റെ മാതാപിതാക്കൾക്കൊപ്പം ലൊക്കേഷനിൽ വന്ന് നിൽക്കുകയാണ്. പ്രേം നസീറിൻ്റെ ബാല്യം അവതരിപ്പിക്കുന്നത് ഈ നിൽക്കുന്ന 6 വയസ്സുകാരനാണ്. അവനെ നസീർ സാർ മാടി വിളിച്ചു. നസീർ സാറിൻ്റെ വിളിയൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലാണല്ലോ. അങ്ങനെ മാടി വിളിച്ചു. പക്ഷേ അവൻ അടുത്തേക്ക് ചെന്നില്ല. നസീർ സാറിനെ നോക്കിക്കൊണ്ടുവന്ന് അവൻ പതുക്കെ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ മുഖം തിരിച്ച് നിൽക്കുന്ന കാരണം സംവിധായകൻ KP പിള്ള നസീർ സാറിനോട് വിശദമാക്കി. അടുത്ത കാലത്ത് പൂന്തളിർ എന്ന തമിഴ് പടത്തിൽ ഈ പയ്യൻ ഒരു കോവേണിപ്പടിയിൽ നിന്ന് ഉരുണ്ടുരുണ്ടുരുണ്ട് താഴേക്ക് വരുന്ന ഒരു സീനുണ്ടായിരുന്നു. ആ രംഗത്തിന് സ്വാഭാവികത ലഭിക്കാൻ അവർ ഈ പയ്യനെ ശരിക്കും കോവേണിയിൽ നിന്നെടുത്ത് താഴോട്ട് തള്ളിയിട്ടു. അതിന് ശേഷമാണ് അവന് സിനിമാക്കാരോട് വെറുപ്പ്. അതുകൊണ്ടാണ് അവൻ പേടി കൊണ്ടാണ്, വെറുപ്പ് കൊണ്ടാണ് അവൻ അടുത്ത് വരാത്തതെന്ന് പറഞ്ഞു. അച്ഛനമ്മമാർ എന്തൊക്കെയോ പ്രലോഭനങ്ങൾ നൽകിയപ്പോൾ മാത്രമാണ് പയ്യൻ ക്യാമറയെ അഭിമുഖീകരിക്കാൻ തയ്യാറായത്. ഈ പയ്യനും അടർവാസിയുമായിട്ടുള്ള ഒരു സീനിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു. അങ്ങനെ നസീർ സാർ ചെറുതായിട്ടൊന്ന് ഫ്രീ ആയപ്പോൾ അമ്മ വേഷം ചെയ്യുന്ന TR റോമന
എന്ന് പറയുന്ന പ്രശസ്തയായ നടി ഒരു ഗ്ലാസ്സിൽ മോരുമായിട്ട് നസീർ സാറിൻ്റെ അടുത്തെത്തി. മോര് വാങ്ങി നസീർ സാർ കുടിച്ചു. ഇതിനിടയിൽ പല കാര്യങ്ങളും ടി ആർ ഓമനയുമായി നസീർ സാർ സംസാരിച്ചു. തമിഴ്നാട് രാഷ്ട്രീയം മുതൽ ഇറാൻ ഇറാഖ് യുദ്ധം വരെ സംഭാഷണ വിഷയമാകുന്നതിനിടയിൽ നമ്മുടെ ചില നടികളെപ്പറ്റി കേൾക്കുന്ന കിംവദന്തികളും പരാമർശിക്കപ്പെട്ടു. അത് ഗോസിപ്പുകളാണ്. മറ്റേ നടിയെപ്പറ്റി അറിഞ്ഞില്ലേ, ഇവളെപ്പറ്റി അറിഞ്ഞില്ലേ, ഇന്നലെ ഒരാൾ പറഞ്ഞാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗോസിപ്പുകൾ പറയാൻ തുടങ്ങി. ടി ആർ ഓമന ചില രഹസ്യങ്ങൾ പറയുന്നു. അത് കേട്ട് പ്രേം നസീർ നന്നായി രസിക്കുന്നുണ്ടെങ്കിലും അങ്ങും ഇങ്ങും തൊടാതെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നേ ഉള്ളൂ. ആർക്കും ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ നസീർ സാർ മറുപടി പറയുന്നുള്ളൂ. ആരെയും നോവിക്കാൻ പുള്ളി ഭയങ്കര തന്ത്രശാലിയല്ലേ, ഒന്നും അദ്ദേഹം പറയുന്നില്ല. നമ്മൾ വർത്തമാനം പറയുന്നതിനിടയിൽ അങ്ങനെ ഒരാളെപ്പറ്റിയും നമ്മളിൽ നിന്നൊരു വാക്ക് വീഴരുത് എന്ന് നസീർ സാറിന് വാശിയുണ്ട്. അതേപോലെ തന്നെ താൻ പറയുന്ന രഹസ്യങ്ങളും കുഴപ്പം പിടിച്ച വസ്തുതകൾ കൂടുതൽ വരാതിരിക്കാൻ ടി ആർ ഓമനയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും പ്രേം നസീറും ടി ആർ ഓമനയും ചേർന്നുള്ള ഒരു സീനിനുള്ള സമയമായെന്ന് സംവിധായകൻ അറിയിക്കുന്നു. രണ്ടുപേരും ക്യാമറയ്ക്ക് മുന്നിൽ ചെല്ലുമ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടർ വാസുദേവൻ സംഭാഷണം പറഞ്ഞു കൊടുക്കുകയും രംഗനിർദ്ദേശം നൽകുകയും ചെയ്തു. സാർ ഇതാണ് ഡയലോഗ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും ഡയലോഗുകൾ പഠിപ്പിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നത് ഇവിടെ വരും, അമ്മ ഇങ്ങനെ കടന്നു വരും, അവിടെ നിന്നാണ് പറയാനെന്ന് പറഞ്ഞാൽ രംഗനിർദ്ദേശം എല്ലാം പറഞ്ഞു കൊടുത്തു. ഇവിടേക്ക് എന്താ പറയുക, മുമ്പ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്ന ഒരു സുരേന്ദ്രൻ എത്തുന്നു. ഏപ്രിൽ റിലീസ് ചെയ്തതക്കവണ്ണം ഒരു സിനിമ ചെയ്യാൻ പ്രേം നസീറിനെ പിടിക്കാനാണ് ഈ സുരേന്ദ്രൻ്റെ വരവ്. ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയിൽ നസീർ സാർ വേണം. സമയം 12 ആവുന്നു. അപ്പോഴേക്കും കുര്യൻ വർണ്ണശാലയുടെ ആളുകൾ നസീർ സാറിനെ റാഞ്ചി കൊണ്ടുപോകാനായി കാറുമായിട്ടെത്തി. സംവിധായകൻ പിള്ള ലഞ്ച് ബ്രേക്ക് പ്രഖ്യാപിച്ചു. നസീർ സാർ പോവേണമെന്ന് മനസ്സിലായപ്പം ബ്രേക്ക് പറഞ്ഞു. ലഞ്ച് ബ്രേക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ നസീറിനെ സുരേന്ദ്രൻ എന്ന നവാഗത സംവിധായകൻ പോയി കണ്ടു. ഏപ്രിൽ റിലീസ് ചെയ്യത്തക്കവണ്ണം ഒരു ഡേറ്റും തൻ്റെ കയ്യിലില്ല എന്ന് നസീർ സാർ കൈ മലർത്തി കാണിച്ചു. ഞാൻ എന്ത് ചെയ്യും സുരേന്ദ്രൻ, എൻ്റെ ഒരു ഡേറ്റും ഇല്ല, ഏപ്രിലേക്ക് നിങ്ങൾക്കൊരു പടം ചെയ്യാനായിട്ട് തരാൻ എൻ്റെ ഡേറ്റില്ല എന്ന് കൈ മലർത്തി കാണിച്ചു. സാറ് വന്നേ പറ്റൂ. സാറും സുകുമാരനും സോമനുമുള്ള ഒരു ഒന്നാം തരം കഥയാണ്. സുരേന്ദ്രൻ വാശി പിടിക്കുന്ന പോലെ പറയണം, നസീർ സാറിനെ കൊണ്ടേ പോകൂ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അവസാനം ഉത്തരം മുട്ടുന്നു എന്ന് കണ്ടപ്പോൾ സാറ് പറഞ്ഞു, നോക്കട്ടെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് നസീർ സാറ് സ്നേഹപൂർവ്വം സുരേന്ദ്രനെ യാത്രയാക്കി. അസ്തമിക്കാത്ത പകലുകളുടെ ഡബ്ബിംഗ് നടക്കുന്നത് AVM സ്റ്റുഡിയോയിലാണ്. നേരെ AVM സ്റ്റുഡിയോയിലേക്ക് എത്തി അസ്തമിക്കാത്ത പകലുകൾ 1 മണിക്കൂർ കൊണ്ട് ഡബ്ബ് ചെയ്ത് തീർത്തു. അങ്ങനെ ഡബ്ബ് ചെയ്ത് തീർത്തപ്പോഴത്തേക്കും മണി 2 അദ്ദേഹം നേരെ കാറിൽ കയറി വീട്ടിലേക്കാണ് പോയത്. ഭക്ഷണം കഴിക്കണം, അല്പം വിശ്രമിക്കണം, എന്നിട്ട് വേണം തിരിച്ച് വിജയ ഗാർഡൻസിൽ ചെന്ന് ഷൂട്ടിംഗ് തുടരാൻ. അവിടെ നിന്ന് 4 മണിക്ക് മദ്രാസിൽ നിന്നും 18 മൈൽ അകലെയുള്ള എണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം. ഈ പടത്തിൻ്റെ പാതിരാ സൂര്യൻ്റെ ബാക്കി എടുക്കുന്നത് 19 കിലോമീറ്ററിനപ്പുറത്ത് ഒരു സ്ഥലത്താണ്. അവിടെയുള്ള തടാകക്കരയിലാണ് തുടർന്നുള്ള ഷൂട്ടിംഗ്. എണ്ണൂരിലെ തടാകത്തിൻ്റെ പശ്ചാത്തലത്തിൽ സൂര്യാസ്തമയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചില രംഗങ്ങൾ പകർത്തണമെന്ന് രാജഗോപാലിന് നിർബന്ധമുണ്ട്. വീട്ടിലെത്തുമ്പോൾ അവിടെയും നസീർ സാർ ഇല്ലെങ്കിൽ പോലും അവിടെയും ആരൊക്കെയോ വന്ന് വിസിറ്റേഴ്സ് വന്ന് കാത്തിരിക്കുകയാണ്. ഇൻകം ടാക്സ് സംബന്ധമായ ചില കടലാസുകളിൽ ഒപ്പുവെക്കാനായി ആഡിറ്റർ വന്നിരിക്കുന്നു. ഊണ് കഴിഞ്ഞിട്ട് പോരേ എന്ന് നസീർ സാർ ചോദിക്കുന്നു. ഒപ്പിടണോ, ഞാൻ ഊണ് കഴിച്ചിട്ട് പോരേ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു മതി എന്ന് പറഞ്ഞപ്പോൾ നസീർ സാർ പറയണം, അല്ലെങ്കിൽ വേണ്ട, ആദ്യം ഒപ്പിട്ട് കളയാം, പിന്നീടാകാം ഭക്ഷണം എന്ന് നസീർ സാർ തന്നെ ഭേദഗതി വരുത്തി. അതുപ്രകാരം ആഡിറ്റർ കൊടുത്ത കടലാസുകളിലെല്ലാം അദ്ദേഹം ഒപ്പിട്ട് കഴിയുമ്പോഴേക്കും മണി 2:30 ധൃതിയിൽ ഊണ് കഴിക്കുന്നു. അസമയത്ത് ഇത് 2:30 മണി എന്നൊക്കെ പറഞ്ഞാൽ 1 മണിക്ക് മുമ്പ് കഴിക്കണ്ടേ, പ്രായമായി വരികയല്ലേ. അങ്ങനെ കഴിക്കാതെ ഈ അസമയത്ത് ഊണ് കഴിക്കുന്നതിനെ പറ്റി ഭാര്യ ആവലാതിപ്പെടാതിരിക്കാനായി ഇന്നത്തെ ഷൂട്ടിങ്ങിൻ്റെ ഒരു ലഘു ചിത്രം തന്നെ സരസമായി അദ്ദേഹം ഭാര്യയോട് പറയുന്നു. ഞാൻ ചെല്ലുമ്പോൾ ഒരു 6 വയസ്സായ കുട്ടി വന്ന് നിൽപ്പുണ്ട്, മറ്റേ കുര്യൻ ഡബ്ബിയാൻ വിളിക്കാൻ വന്നിരുന്നു, ടി ആർ ഓമന മോര് തന്നു, ടി ആർ ഓമന ഇങ്ങനെ 2 മറ്റേ നടികളെക്കുറിച്ച് 2 കഥകൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു ലഘു ചിത്രം ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഊണ് കഴിച്ച് കൈ കഴുകുമ്പോൾ ആലപ്പുഴയിൽ നിന്നും അപ്പച്ചൻ്റെ കോൾ വരുന്നു. അടുത്ത ജനുവരി ഫെബ്രുവരി മാസത്ത് ചെയ്യാനുള്ള കോൾ ഷീറ്റ് കൺഫേം ചെയ്യാനാണ് അദ്ദേഹം വിളിച്ചത്. നമ്മൾ തുടങ്ങുന്ന പുതിയ പടത്തിൽ ജനുവരിയിലും ഫെബ്രുവരിയിലും ആയിട്ട് ഇത്ര ഡേറ്റ് വേണമെന്ന് അത് ഉറപ്പിക്കാനായിട്ടാണ് വിളിച്ചത്. മദ്രാസിൽ വെച്ചോ ആലപ്പുഴയിൽ വെച്ചോ അടുത്ത് തന്നെ കാണാം എന്ന് പറഞ്ഞിട്ടാണ് അപ്പച്ചൻ സംഭാഷണം അവസാനിപ്പിച്ചത്. പുറത്തിറങ്ങുമ്പോൾ എവർഷൈൻ പിക്ചേഴ്സിൻ്റെ തിരുപ്പതി ചെട്ടിയാരുടെ മകൻ ലക്ഷ്മണൻ, അതായത് നമ്മുടെ
മണിയണ്ണയില്ലേ, വർഷം മണിയണ്ണൻ്റെ സഹോദരൻ വന്ന് കാത്തിരിക്കുകയാണ് വീട്ടിൽ. ജനുവരിയിൽ കാൾ ഷീറ്റ് തന്നേ പറ്റൂ എന്ന് ലക്ഷ്മണൻ പറയുന്നു. മാർച്ചിൽ റിലീസ് ചെയ്യാനുള്ള സിനിമയാണ്. അപ്പച്ചന് ജനുവരി ഫെബ്രുവരി ഡേറ്റ് കൊടുക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞു പോയി എന്ന് നസീർ സാർ പറയുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം ആലോചിക്കുന്നത് ഉദയയുടെ അല്ലെങ്കിൽ നവോദയയുടെ അപ്പച്ചനും എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, എവർഷയും തിരുപ്പതി ചെട്ടിയാരും എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് എന്ന് അദ്ദേഹം ആലോചിച്ചു. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും നാളെ പറയാം എന്ന് പറഞ്ഞ് ലക്ഷ്മണനെ യാത്രയാക്കി. കാറിൽ കയറി വീണ്ടും വിജയ സ്റ്റുഡിയോയിലേക്ക് പോകും. വിജയ സ്റ്റുഡിയോയിൽ വിജയ ഗാർഡനിൽ പിള്ളയും സംഘവും നസീർ സാറിനെ കാത്ത് റെഡിയായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സെറ്റിൽ ഒരു കൊച്ചു പെൺകുട്ടി വന്ന് നിൽപ്പുണ്ട്. അവൾ ജയഭാരതിയുടെ കുട്ടിക്കാലം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഒരു ഗാന ചിത്രീകരണമാണ് ചെയ്യുന്നത്. അത് കമ്പോസ് ചെയ്യാനായിട്ട് ഡാൻസ് മാസ്റ്റർ മാധവൻ വന്ന് നിൽപ്പുണ്ട്. 4 മണിവരെ ആ പാട്ടിൻ്റെ ചില ഷോട്ടുകൾ ചിത്രീകരിച്ചു. ഇനി എന്നൂരിലേക്ക് പോകാനായി കെ പി പിള്ള പറഞ്ഞു, സാർ നമുക്കിനി എന്നൂരിലാണ് ഷൂട്ടിംഗ്. 18 കിലോമീറ്റർ മദ്രാസിൽ നിന്ന് വിജയ ഗാർഡൻസിൽ നിന്ന് 18 കിലോമീറ്ററിന് അപ്പുറത്താണ് ഷൂട്ടിംഗ്. നസീർ സാർ ഒന്ന് ആലോചിച്ചു. കാരണം ഇവിടുന്ന് ഷൂട്ടിങ് ഈ യൂണിറ്റ് കുന്തംകുട ചക്രം കോസ്റ്റ്യൂമർ എല്ലാം വാരി കെട്ടി അവിടെ വരുമ്പോൾ എങ്ങനെയായാലും ഒരു 2 മണിക്കൂർ സമയം എടുക്കും. അതിനിടയിൽ ഞാൻ എൻ്റെ കാറിൽ കയറി നേരത്തെ അവിടെ പോയി നിൽക്കണമെന്നായിരിക്കും അദ്ദേഹം ആലോചിച്ചത്. അദ്ദേഹം പറഞ്ഞു, പിള്ളയെ ഞാൻ വീട്ടിൽ പോയിട്ട് നേരെ അങ്ങ് വരാം. എന്തെന്നാൽ ഞാൻ വീട്ടിൽ പോയി ഭാര്യയോട് പറയേണ്ടതുണ്ട്, ഇന്ന് തിരിച്ചെത്താൻ കുറച്ച് വൈകുമെന്ന്. അത് പറഞ്ഞില്ല എങ്കിൽ ഭാര്യ ശുണ്ടിയെടുക്കും. രാത്രി വൈകി എത്തുന്നതിനെപ്പറ്റി മാത്രമാണ് ഭാര്യയും ഞാനും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. പിള്ള പറഞ്ഞു, പിന്നെന്താ സാർ വീട്ടിൽ പോയിട്ട് അങ്ങ് വന്നാൽ മതി. നസീർ സാർ വീട്ടിലെത്തുമ്പോൾ മുരുകാലയ എന്ന് പറഞ്ഞ പ്രശസ്ത നിർമ്മാതാവ് കമ്പനിയുടെ സാരഥിയായ ത്യാഗരാജൻ വന്നിരിപ്പുണ്ട്. അടുത്ത വർഷം 2 ചിത്രമാണ് നസീർ സാറിനെ വെച്ച് ചെയ്യുന്നത്. കാൾ ഷീറ്റ് ഇഷ്ടം പോലെ അങ്ങക്ക് ഏത് ദിവസമാണ് ഏത് മാസമാണെന്ന് താങ്കൾ തീരുമാനിച്ചാൽ മതി എന്നാണ് മുരുകാലയ ത്യാഗരാജൻ പറയുന്നത്. ത്യാഗരാജൻ വേറെ ഒന്നും പറയാനില്ല. 2 പടം ഞാൻ ചെയ്യുന്നു അടുത്ത വർഷം. 51 ഞാൻ ചെയ്യുന്ന 2 പടത്തിലും സാറാണ്. എന്നാണ് കാൾ ഷീറ്റ് എന്ന് സാറ് പറഞ്ഞോ എന്നാണ് അയാൾ പറയുന്നത്. സസന്തോഷം സമ്മതിച്ച് ത്യാഗരാജനെ നസീർ സാർ യാത്രയാക്കി. അപ്പോഴേക്കും ഹരിഹരൻ സംവിധാനം ചെയ്യുന്ന അങ്കുരം എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവ് മണികണ്ഠൻ ഓടിക്കതച്ച് കയറി നസീർ സാർ വീട്ടിലെത്തിയെന്ന് ആരോ പറഞ്ഞായിരിക്കും അറിഞ്ഞത്. ഓടിക്കതച്ച് അദ്ദേഹം വന്നു. വന്ന പാടെ നിർമ്മാതാവായ മണികണ്ഠൻ പറഞ്ഞു, 2 ദിവസത്തിനകം കേരളത്തിൽ പോകുന്നു കേട്ടു. സാർ 2 ദിവസത്തിനകം കേരളത്തിൽ പോകുന്നു ആരൊക്കെ എൻ്റെ പറഞ്ഞു. ഇന്ന് രാത്രി ദയവ് ചെയ്ത് സാർ സഹായിക്കണം, എൻ്റെ സെറ്റൊന്ന് തീർത്തു തരണം എന്ന് പറഞ്ഞു. യാതൊരു നിവൃത്തിയുമില്ല മണികണ്ഠൻ എന്ന് നസീർ സാർ പറയുന്നു. എങ്കിലും മണികണ്ഠൻ്റെ അപേക്ഷ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്കുരം വളർച്ച മുട്ടി നിൽക്കുകയാണെന്ന ദുഃഖസത്യം പ്രേം നസീറും ആലോചിച്ചു. കാരണം അത് മുടങ്ങി കിടക്കുകയാണ്. അതെങ്ങനെ തീർക്കണമെന്ന് നസീർ സാറിനുമുണ്ട്. മണികണ്ഠനെ എങ്ങനെയെങ്കിലും സഹായിക്കണം. പക്ഷേ ഇന്ന് യാതൊരു നിവൃത്തിയില്ല. കാരണം രാത്രി ഡബ്ബിങ്ങൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ. നാളെ എപ്പോഴെങ്കിലും തീർത്തു തരാമെന്ന് നസീർ സാർ ഉറപ്പ് നൽകുന്നതോടുകൂടി ധാരാളം നന്ദി വചനങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് മണികണ്ഠൻ യാത്രയായി. ധൃതിയിൽ അകത്ത് ചെന്ന് ഭാര്യയോട് അന്നത്തെ ഇനിയുള്ള പരിപാടികൾ നസീർ സാർ വിശദമായി പറഞ്ഞു. കഴിയും വേഗം തിരിച്ചെത്താമെന്ന് ഉറപ്പ് നൽകി. ഭാര്യ സ്നേഹപൂർവ്വം സൽക്കരിച്ച് നൽകിയ ഒരു കാപ്പി കൂടി കുടിച്ചു. തിരിച്ച് കാറിൽ കയറാൻ പോകുമ്പോൾ ഭാര്യ ഓർത്തുകൊണ്ട് ഓടി വന്ന് പറഞ്ഞു, KSFDCയുടെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ മീറ്റിംഗ് ഉണ്ടെന്ന് തിരുവനന്തപുരത്ത് നിന്നും വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. മീറ്റിങ്ങിൻ്റെ കാര്യം മുൻകൂട്ടി അറിയിക്കാതിരുന്നാൽ എന്ത് ചെയ്യുമെന്ന് നസീർ സാർ തന്നെ പറഞ്ഞു. യോമാർ മീറ്റിംഗ് വയ്ക്കും, എന്നോട് നേരത്തെ പറയണ്ടേ എന്നുള്ള രീതിയിൽ സ്വയം ശപിക്കുന്നത് പോലെ അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിലും KSFDC ഡയറക്ടർ ബോർഡിൽ തന്നെ തിരഞ്ഞെടുത്ത വിവരം രേഖാമൂലം തനിക്ക് ലഭിച്ചത് 20 ദിവസം തിരഞ്ഞെടുത്ത് 20 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. സർക്കാർ കാര്യം മൊറ പോലെ എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുള്ളായിരിക്കുമെന്ന് അദ്ദേഹം സ്വയം അങ്ങ് വിശ്വസിച്ചു. കാറിൽ കയറുമ്പോൾ ഗേറ്റിന് പുറത്ത് അനേകം തെലുങ്കന്മാർ നസീർ സാറിനെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് തിരക്കാൻ ഡ്രൈവർ ശിവനോട് പറഞ്ഞു. അവർ തെലുങ്കിൽ പറയുന്നത് ശിവന് മനസ്സിലാകുന്നില്ല. നസീർ സാർ എന്നെ ഇറങ്ങി, കാറിൽ നിന്ന് ഇറങ്ങി, ശിവൻ വെടിയിട്ടുന്നില്ല എന്നിടവ നസീർ സാർ എന്നെ ഇറങ്ങി അങ്ങോട്ട് ചെന്നു. കട്ടിയായിട്ട് തനിക്കറിയാവുന്ന തെലുങ്ക് പരിജ്ഞാനം വെച്ച് അവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചപ്പോൾ സാറിന് മനസ്സിലായി, ധനസഹായത്തിനാണ് അവർ വന്നിരിക്കുന്നത്. ആന്ധ്ര വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് അഗതികളായ ആളുകളാണ് ഞാനെന്നും അവർ പറയുന്നുണ്ട്. തൃപ്തികരമായ ഒരു തുക അവർക്ക് നൽകി സമാധാനിപ്പിച്ച ശേഷം നസീർ സാറ് എന്നൂരിലേക്ക് കാർ കയറിപ്പോയി. എന്നൂരിൽ വെച്ച് ലൊക്കേഷനിൽ ചെന്നപ്പോൾ ലൈറ്റപ്പ് കടക്കണമല്ലോ.
ആന്ധ്രാക്കാരുടെ ഈ കഥ ഫാസിക്കും കൂട്ടുകാർക്കും നസീർ സാർ വിവരിച്ചു കൊടുത്തു. അവരുടെ തെലുങ്ക് തനിക്ക് മനസ്സിലായില്ല എങ്കിലും ഡബ്ബു എന്ന് തെലുങ്കിൽ പറഞ്ഞപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം പണമാണെന്ന് തനിക്ക് മനസ്സിലായി എന്ന് നസീർ സാർ പറഞ്ഞു. അത് കേട്ടപ്പോൾ വലിയൊരു പൊട്ടിച്ചിരിയോടെ അടൂർവാസിയുടെ കമൻറ്റ്. ഡബ്ബു എന്ന് കേട്ടപ്പോൾ അവരും വന്നത് ഡബ്ബിങ്ങിന് വിളിക്കാനാണെന്ന് തെറ്റിദ്ധരിച്ച്, എന്നാൽ കയറി ഈ കാറിൽ എന്ന് പറഞ്ഞാൽ അവരും കയറ്റിക്കൊണ്ട് വരാത്തത് നന്നായി എന്നാണ് ഫാസി സാറ് പറഞ്ഞത്. ഡബ്ബു എന്ന് കേട്ടപ്പോൾ ഡബ്ബിങ് എന്ന് വിചാരിച്ചിട്ട് ഈ തെലുങ്കന്മാരെല്ലാം കൂടെ കാറ് കയറ്റി പോവാം, എൻ്റെ കാറിൽ തന്നെ പോകാമെന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റാത്തത് നന്നായി എന്നാണ് അടൂർവാസി പറഞ്ഞത്. എന്നൂരിലെ സൂര്യാസ്തമയം യു രാജഗോപാൽ ഭംഗിയായി പകർത്തി. അവിടെ എന്നൂരിലെ ഷൂട്ടിംഗ് അവസാനിച്ചു. ഇനി നഗരത്തിലൂടെ കാറിൽ ചുറ്റിക്കറങ്ങുന്ന കുറേ ഷോട്ടുകളാണ് എടുക്കേണ്ടത്. നഗരത്തിലേക്ക് പുറപ്പെടുമ്പോഴേക്കും പോവാം, നമുക്ക് കാറിൽ കയറി കാർ ഓടിച്ച് പോകുന്ന സീനിൽ എടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം കാറിലേക്ക് കയറിയപ്പോഴേക്കും അവിടെ കാറിൽ ഒരു 4-5 പേര് വന്നിറങ്ങി ഒരു നേരെ നസീർ സാറിൻ്റെ അടുത്തേക്ക് വന്നു. സാറിന് ഒരു പിടിയും കിട്ടുന്നില്ല. വന്നിട്ട് അവർ പറഞ്ഞു, ഇന്ന് 7 മണിക്ക് ഞങ്ങളുടെ മീറ്റിംഗ് ഉള്ളതാണ്, സാറ് മറന്നോ എന്ന് ചോദിച്ചു. ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോഴാണ് അങ്ങനെ ഒരു പരിപാടി ഉള്ളതായി വീട്ടിൽ അറിയില്ല എന്ന് മനസ്സിലായത്. കാരണം അവർ എഴുതി വെച്ചിരിക്കുന്നതിലൊന്നും ഈ 7 മണിക്ക് ഒരിടത്ത് ഒരു ഫംഗ്ഷനിൽ പ്രസംഗിക്കാമെന്ന് എഴുതി വെച്ചിട്ടില്ല. ഉടനെ തന്നെ ഞങ്ങൾ ലൊക്കേഷൻ ചോദിച്ച് ഇവിടെയാണെന്ന് അറിഞ്ഞ് വന്നതാണ്. കാരണം ആലോചിച്ച് നോക്കൂ, കോടമ്പക്കത്തു നിന്ന് 24 കിലോമീറ്റർ ഓടിച്ചാണ് ചെന്നിരിക്കുന്നത്. അവർ ഗോകുലം ചിട്ടി ഫണ്ട്സിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവരുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനമാണ്. 2 തമിഴ് മന്ത്രിമാർ പങ്കെടുക്കുന്ന ആ യോഗത്തിൽ പ്രേം നസീർ പ്രസംഗിക്കാമെന്ന് നേരത്തെ തന്നെ വാക്ക് കൊടുത്തിരുന്നതാണ്. മലയാളിയായ ഗോപാലൻ്റെ സ്ഥിരോത്സാഹം കൊണ്ട് ഉയർന്നു വന്ന സ്ഥാപനമാണ് ഗോകുലം ചിട്ടി ഫണ്ട്. ഇന്ന് നസീർ സാർ ജീവിച്ചിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കിയേ, നസീർ സാറിന് ഗോകുലത്തിൻ്റെ ഒരു സിനിമയിലും അഭിനയിക്കാൻ കഴിഞ്ഞില്ല. അതിനുമ്പോൾ അദ്ദേഹം വിട പറഞ്ഞു. ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനി ആരെന്ന് ചോദിച്ചാൽ ഗോപാലൻ തന്നെയാണ്. അപ്പോൾ മലയാളിയായ ഗോപാലൻ്റെ സ്ഥിരോത്സാഹം കൊണ്ട് ഉയർന്നു വന്ന സ്ഥാപനമാണ് ഈ ഗോകുലം ചിറ്റ്സ്. അതിനാൽ ചടങ്ങിൽ പങ്കുകൊള്ളാമെന്ന് നസീർ സാർ സമ്മതിച്ചിരുന്നതുമാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ തിരക്കിനിടയിൽ ഈ കാര്യം നസീർ സാർ മറന്നുപോയി. 7 മണിക്കാണ് മീറ്റിംഗ്. അതിൽ പങ്കുകൊള്ളണമെങ്കിൽ കാർ യാത്രയുടെ ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്യണം. കാരണം ഇപ്പോൾ കാറിൻ്റെ ഷോട്ടല്ലേ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ പ്രേം നസീറിൻ്റെ രക്ഷയ്ക്കെത്തിയത് സംവിധായകൻ KP പിള്ളയാണ്. പിള്ള രാജഗോപാലുമായി സംസാരിച്ചിട്ട് പറഞ്ഞു, നസീർ സാർ ഒരു കാര്യം ചെയ്യണം സാർ മീറ്റിങ്ങിന് വെക്കോളൂ, നമുക്ക് കാർ ഓടിച്ചു പോകുന്ന ഷോട്ടുകൾ മറ്റൊരവസരത്തിലെടുക്കാം എന്ന് പറഞ്ഞു. ഗോകുലം ചിറ്റ്സ് ഫണ്ടിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്ത് ഒരു ലഘു പ്രസംഗം നടത്തിയ നസീർ AVM സ്റ്റുഡിയോയിലെത്തുമ്പോൾ മണി 8 കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് പാതിരാസൂര്യൻ ഷൂട്ടിംഗ് പാക്കപ്പ് ചെയ്തിട്ട് നേരെ ഗോകുലത്തിൻ്റെ ഫംഗ്ഷനിൽ പങ്കെടുത്തു. അപ്പോൾ മന്ത്രിമാരൊക്കെ വന്നു. അവിടെ ഒരു ലഘു പ്രസംഗമൊക്കെ നടത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം നേരെ AVM സ്റ്റുഡിയോയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ മണി 8 കഴിഞ്ഞു. ധൃതിയിൽ ഡബ്ബിങ് തുടങ്ങി. അവിടെയും നസീർ സാറിനെ അന്വേഷിച്ച് ഒരു തെലുങ്ക് നിർമ്മാതാവ് എത്തി. അയാൾക്ക് ഒരു മലയാള പടം യൂറോപ്പിൽ വച്ചെടുക്കണം. നസീറും ജയനും സഹോദരന്മാരായുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ. യൂറോപ്പിൽ 1 മാസത്തെ ഷൂട്ടിംഗ് ഉണ്ട്. അതായത് 1 മാസത്തെ കോൾ ഷീറ്റ് ഒന്നിച്ച് നസീർ സാർ നൽകണം. അതാണ് പ്രശ്നം. ഇവിടെ നസീർ സാർ വീതിച്ച് എല്ലാവരും കൂടെ 5 ദിവസം 6 ദിവസം 7 ദിവസം കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യൂറോപ്പിൽ പോവുകയാണെങ്കിൽ 30 ദിവസം നമ്മളെ കൂടെ നിൽക്കാൻ താങ്കൾ തയ്യാറാവണം എന്ന് പറയുന്നു. നസീർ സാർ എല്ലാം കേട്ടിട്ട് പറഞ്ഞു, യാതൊരു നിവൃത്തിയില്ല എന്നെക്കൊണ്ട് കഴിയില്ല, ഈ അടുത്തൊന്നും കഴിയില്ല എന്ന് പറയുന്നു. അത് കേട്ട് ആ പ്രൊഡ്യൂസറെ യാത്രയാക്കുന്നതിനിടയിൽ സാറിൻ്റെ സ്ഥിരമായ ഒരു ഡയലോഗും കടിച്ചു, ഇനി ഒരു അവസരത്തിലാകാം എന്ന ഒരു ആശ്വാസ വചനം കാച്ചാൻ നസീർ സാറും മടിച്ചില്ല. AVMലെ ഡബ്ബിങ് തീരുമ്പോഴേക്കും നായാട്ടിൻ്റെ ആൾക്കാർ നസീർ സാറിനെ കൊണ്ടുപോകാനായിട്ട് അവിടെ എത്തി. നേരെ കർപ്പക സ്റ്റുഡിയോയിലേക്കാണ് അടുത്ത യാത്ര. ഒരു മലയാളത്തിൻ്റെ നിത്യഹരിത നായകനായ ഒരു നായകൻ്റെ ഒരു ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എവിടെയെല്ലാം എങ്ങനെയെല്ലാം എത്തിയിരിക്കുന്നു ആലോചിച്ചു. അപ്പോൾ കർപ്പക സ്റ്റുഡിയോയിലേക്ക് നായാട്ട് ഡബ് ചെയ്യാനായി യാത്ര. ഈ യാത്രയിലും കർപ്പക സ്റ്റുഡിയോയിലായിരുന്നു ഡബ്ബിങ്. ഇന്നലെ രാത്രിയിലും കർപ്പകത്തിലായിരുന്നു ഈ നായാട്ടിൻ്റെ കുറേ ഡബ് ചെയ്തിട്ടാണ് ഇന്നലെ പോയത്. ഇന്നലെ സൗണ്ട് എഞ്ചിനീയർ നാഥൻ അവിടെ ഉണ്ടായിരുന്നു, കർപ്പക സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ കാണാനില്ല. പകരം പുതിയ ഒരാൾ. അന്വേഷിച്ചപ്പോൾ നാഥൻ ഹാർട്ട് അറ്റാക്കായി ആശുപത്രിയിൽ കിടപ്പാണ്. ഇന്നലെ വളരെ രാത്രി വൈകി ഡബ് ചെയ്ത റെക്കോർഡ്സാണ്. പക്ഷേ അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന ആശുപത്രിയിലാണ്. ഇന്നലെ പുലർച്ചെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. നാഗി റെഡ്ഡിയുടെ വിജയ ഹോസ്പിറ്റലിൽ വിദഗ്ധ പരിചരണം ലഭിച്ചു വരികയാണ് നാഥൻ സാറിന്. ഈ വിജയ ഹോസ്പിറ്റലിൽ കിടന്നാണ് നസീർ സാറും മരിച്ചത്. നാഥന് മുമ്പും ഒരു തവണ ഹൃദ്രോഗമുണ്ടായ വിവരം നസീർ സാർ ഓർത്തു. നല്ല വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ ഉപദേശിച്ചിരുന്നതാണ് ഈ റെക്കോർഡ്സിനെ.
പക്ഷേ നാദൻ സാർ അത് കൂട്ടാക്കിയില്ല. ഇന്നലെ വളരെ വൈകും വരെ ഡബ്ബിങ്ങിന് ഇരിക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹം എന്ന് ഇപ്പം നസീർ സാറിന് തോന്നുന്നു. ഇത്രയും ആലോചന പോയപ്പോൾ വിശ്രമമില്ലാതെ ഇങ്ങനെ രാപ്പകൽ ജോലി ചെയ്യുന്നതിനെ പറ്റി ഭാര്യ തന്നെ ഗുണദോഷിക്കാറുള്ള വസ്തുത ഓർത്തു നസീർ സാർ. ഇനി കഴിയുന്നത്ര ജോലി കുറയ്ക്കണമെന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിയുന്നത്ര ജോലി കുറയ്ക്കണം. ഒരു 9 to 6, രാവിലെ ഒരു 9 മണിക്ക് ചെല്ലുക, വൈകിട്ട് ഒരു 6 മണിക്ക് വീടെത്തുക എന്നുള്ള തീരുമാനം ഇങ്ങനെ പല പ്രാവശ്യം നസീർ സാർ എടുത്തതാണ്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം ഓർത്തു. വൈകുന്നേരത്തെ ടിഫിൻ ഈ നേരം വരെയും കഴിച്ചിട്ടില്ല. ഒരു 6 മണിക്ക് ചായയും ടിഫിനും കഴിക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ഞാനത് കഴിച്ചിട്ടില്ല എന്ന് സാർ ആലോചിക്കുമ്പോൾ മണി ഏതാണ്ട് 10 വീട്ടിൽ നിന്ന് ടിഫിൻ പാത്രത്തിൽ ഭാര്യ കൊടുത്തയച്ച പലഹാരങ്ങൾ കാറിൽ കിടന്നുറങ്ങുകയാണ്. സാർ മറന്നുപോയി. പലതവണ ഡ്രൈവർ ശിവൻ വന്ന് ടിഫിൻ്റെ കാര്യം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. സാർ ടിഫിൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഒക്കെ നസീർ സാർ പറയും കുറച്ച് കഴിയട്ടെ, കഴിക്കാം ശിവൻ എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ പിന്നെ നസീർ സാർ അതങ്ങ് മറന്നുപോയി. ഇനി ആ ടിഫിൻ പാത്രം അങ്ങനെ തന്നെ വീട്ടിൽ കൊണ്ടുപോയാൽ ഭാര്യ വഴക്ക് കൂടും, ലഹള കൂട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കഷ്ടപ്പെട്ട് കഴിക്കാനായി ഉണ്ടാക്കി തന്ന സാധനം വൈകുന്നേരം ഒരു 5 മണിക്കോ 6 മണിക്കോ കഴിക്കാതെ രാത്രി 10 മണിക്ക് തിരിച്ച് ആ സാധനം അതുപോലെ അവിടെ കൊണ്ടു ചെയ്താൽ കുളമാകും. ഇപ്പോഴാണെങ്കിൽ അത്താഴത്തിനുള്ള സമയവുമായി. അദ്ദേഹം ഡ്രൈവർ ശിവനെ വിളിച്ചു. വീട്ടിലെത്തും മുമ്പ് ടിഫിൻ പാത്രം കാലിയാക്കണം എന്ന് നിർദ്ദേശിച്ചു. കർപ്പകത്തിലെ ഡബ്ബിങ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ മണി 10:30 10:30 നസീർ സാർ വീടെത്തുമ്പോൾ. ഊട് കഴിക്കാനിരിക്കുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഭാര്യ വഴക്കുണ്ടാക്കി. രാത്രി 9 മണിക്ക് ശേഷം എന്തിനാണ് വർക്ക് ചെയ്യുന്നതെന്ന് അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു. 6 മണിക്ക് ശേഷം വർക്ക് ചെയ്യാൻ കൂട്ടാക്കാത്തവരാണ് നിങ്ങളുടെ സഹപ്രവർത്തകരിൽ ഏറിയ പങ്കും. അവർ പറയുകയാണ് 6 മണിവരെയാണ് മാക്സിമം നിങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ രാത്രി 10:30 മണിവരെയൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. എന്നിട്ടും തൻ്റെ ഭർത്താവ് മാത്രം എന്തിനാണ് ഇങ്ങനെ ഉറക്കം വിളിച്ച് ജോലി ചെയ്യുന്നത്? ഇതായിരുന്നു ഹബീബയ്ക്ക് മനസ്സിലാകാത്തത്. നിർമ്മാതാക്കളുടെ വിഷമങ്ങൾ, സിനിമയിലെ അനിശ്ചിതാവസ്ഥ, ഭീമമായ മുതൽ മുടക്ക് ഇത്യാദി കാര്യങ്ങളൊക്കെ പതിവ് പല്ലവി പോലെ നസീർ സാർ ഭാര്യയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഞാൻ ഇന്ന് ആ പടം ചെയ്യാതെ ഞാൻ കേരളത്തിലേക്ക് പോയാൽ ആ പടം പിന്നെ 2 മാസം കിടന്നു പോകും, എത്ര ലക്ഷം രൂപ മുടക്കിയിട്ട് നിൽക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ കഥകൾ, സ്ഥിരം പറയുന്ന സിനിമയെക്കുറിച്ചുള്ള കഥകൾ വീണ്ടും പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ 9 മണിക്ക് ശേഷം ഷൂട്ടിങ്ങിൽ പങ്കുകൊള്ളുന്നതല്ല എന്ന് ഭാര്യയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്പോഴേക്കും ശ്രദ്ധിച്ചപ്പോൾ പുറത്ത് ഗേറ്റിൻ്റെ മുന്നിൽ ഭയങ്കര ബഹളം കേൾക്കുന്നു. ആഹാരം കഴിച്ചിട്ടിരിക്കുമ്പോൾ വെളിയിൽ ഭയങ്കര ബഹളം കേൾക്കുന്നു. ഒരു തടിയൻ മതിൽ ചാടിക്കടന്ന് നസീർ സാറിൻ്റെ വീട്ടിനകത്ത് കയറിയിരിക്കുകയാണ്, മുറ്റത്തേക്ക് കയറിയിരിക്കുകയാണ്. അവനെ ഗേറ്റിൽ കാവലുള്ള ഗൂർഖയും മറ്റ് ജോലിക്കാരും ചേർന്ന് പിടിച്ചിരിക്കുന്നു. ഈ സമയത്ത് തന്നെ കാണാൻ ഗൂർഖ അനുവദിക്കാത്തതിനാൽ അയാൾ മതിൽ ചാടി വന്നതാണെന്ന് അന്വേഷണത്തിൽ നിന്ന് നസീർ സാറിന് മനസ്സിലായി. നസീറിൻ്റെ വീട്ടിൽ കിടക്കാൻ എനിക്കാരുടെയും സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലടാ എന്നാണ് അയാൾ പ്രഖ്യാപിക്കുന്നത്. അയാൾ മതിൽ ചാടിയത് എന്താണെന്നറിഞ്ഞപ്പോൾ നസീർ സാറിനും കൗതുകം. കാരണം പ്രേം നസീറിൻ്റെ വീട്ടിൽ വരാൻ നിൻ്റെയൊക്കെ സാങ്ഷൻ എനിക്കെന്തിനടാ എന്നാണ് അയാൾ പറയുന്നത്. മലയാളിയാണ്. അടുത്ത് ചെന്ന് നോക്കി, നസീർ സാർ ചെന്ന് നോക്കി ഇതാരെന്ന്. സാമാന്യം കറുത്ത് ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ, ഒരു ബനിയനും ലുങ്കി മാത്രമേ ധരിച്ചിട്ടുള്ളൂ. എന്ത് വേണമെന്ന് നസീർ സാർ ചോദിച്ചപ്പോൾ അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. തുറിച്ച് നസീർ സാറിനെ ഷാർപ്പായിട്ട് നോക്കി. വീണ്ടും ചോദിച്ചു, പക്ഷേ അയാൾ മറുപടി പറയുന്നില്ല. ഉടനെ പോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് നസീർ സാർ ഭീഷണിപ്പെടുത്തി നോക്കി. അതിനും ഈ തടിയൻ മറുപടി പറയുന്നില്ല. നസീർ സാർ അകത്ത് ചെന്ന് എന്ത് വേണം എന്നൊന്ന് ആലോചിച്ചു. പോലീസിനെ വിളിക്കണോ എന്നാലോചിച്ചു. അപ്പോൾ പുറത്ത് വീണ്ടും നേരത്തേനേക്കാൾ ഉച്ചത്തിൽ ബഹളം കേൾക്കുന്നു. അപ്പോൾ അയാളെ പുറത്താക്കാൻ ഗൂർഖയും വേലക്കാരെ ക്ഷമിച്ചപ്പോൾ അയാൾ ഇടഞ്ഞു നിൽക്കുകയാണെന്ന് നസീർ സാറിന് മനസ്സിലായി. കൂടുതലൊന്നും ആലോചിച്ചില്ല. നസീർ സാറ് 100 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കൺട്രോൾ റൂമിലേക്ക് ഡയൽ ചെയ്തു. അത് കഴിഞ്ഞ് നസീർ സാറ് നേരെ ഉറക്കറയിൽ ചെന്ന് അന്നത്തെ പത്രങ്ങളും മാസികകളും ഒക്കെ മറിച്ച് നോക്കാൻ തുടങ്ങി. എത്ര തിരക്കായാലും ശരി പത്രങ്ങൾ വായിക്കുന്നതിൽ ഒരിക്കലും മുടക്കം വരുത്താത്ത ആളായിരുന്നു നസീർ സാർ. രാത്രി എത്ര വൈകി വീട്ടിലെത്തിയാലും ഉറങ്ങുന്നതിന് മുമ്പ് പത്രങ്ങൾ വായിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നു. രാവിലെ പത്രം കിട്ടണമെന്ന് വലിയ നിർബന്ധമാണ്. 2 ഇംഗ്ലീഷ് പത്രങ്ങളും ഒരു തമിഴ് പത്രവും കാലത്തെ വേണം. അതാണ് അദ്ദേഹത്തിൻ്റെ ദിനചര്യ. വൈകിട്ട് ഒരു മലയാള പത്രം വാങ്ങി വച്ചിരിക്കും. 2 എണ്ണം പോസ്റ്റിൽ വരും. പിന്നെ മലയാളത്തിൽ അച്ചടിക്കുന്ന മിക്കവാറും എല്ലാ വാരികകളും മാസികകളും എല്ലാം നസീർ സാറിന് പോസ്റ്റിൽ വരും. അവയും ദിവസവും വരുന്ന എഴുത്തുകളും വായിച്ചിട്ടേ അദ്ദേഹം അത്താഴം കഴിക്കുന്ന ശീലമുള്ളൂ. ഇതിനിടെ ഈ കത്തുകൾ വായിക്കുമ്പോൾ അത്യാവശ്യക്കാർക്ക്
മറുപടിയും എഴുതും. വായിച്ചു കഴിഞ്ഞ പത്രങ്ങൾ കുറച്ച് 2-3 ദിവസം കഴിയും ചിലപ്പോൾ വീണ്ടും അദ്ദേഹം ആവശ്യപ്പെടും. അപ്പോൾ ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ അതെടുത്തു കൊടുത്തില്ലെങ്കിൽ നസീർ സാറിൻ്റെ സ്വഭാവം മാറും, നിറം മാറും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പത്രങ്ങൾ സൂക്ഷിക്കുന്ന ചുമതല ഭാര്യയ്ക്കാണ്. പത്രം വായിക്കുന്നതിനിടയിൽ താഴെയുള്ള തടിയനെ പോലീസുകാർ വന്ന് ഒരു വാനിൽ തൂക്കിക്കൊണ്ടു പോയി എന്ന് ഭാര്യ പറഞ്ഞു. അങ്ങനെ പോലീസുകാർ ജീപ്പ് കൊണ്ടുവന്ന് വാൻ കൊണ്ടുവന്ന് തൂക്കിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു. ഉറങ്ങാൻ കിടന്നപ്പോൾ പ്രേം നസീറിനൊരു നേരിയ മനപ്രയാസം. മലയാളിയായ ആ തടിയൻ ആരായിരിക്കും? തനിക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും? ഞാൻ മറന്നുപോയതാണോ എന്ന് സാറിൻ്റെ ഒരു സംശയം. നസീറിൻ്റെ വീട്ടിൽ കടക്കാൻ തനിക്ക് ആരുടെയും സമ്മതം വേണ്ട എന്നാണ് അയാൾ പറഞ്ഞത്. ഇനി അയാളൊരു മദ്യപാനി ആയിരിക്കുമോ എന്ന് നസീർ സാർ ആലോചിച്ചു. ചോദിച്ചിട്ടാണെങ്കിൽ അവൻ മറുപടിയും പറഞ്ഞില്ല. ഇനിയിപ്പോൾ ഭ്രാന്തനായിരിക്കുമോ? നസീർ സാർ ആകെ ഒരു ചിന്താക്കുഴപ്പത്തിലായി. ഏതായാലും അയാളെ ദ്രോഹിക്കരുതെന്ന് പോലീസുകാരോട് പറയാൻ വിട്ടുപോയതിൽ നസീർ സാർ ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നി. അവരോട് പറയണമായിരുന്നു, തല്ലൊന്നും ചെയ്യരുത്, കേസും എടുക്കരുത്, നേരെ വെളുക്കും അങ്ങ് പറഞ്ഞു വിട്ടേക്കുമെന്ന് പറയണമായിരുന്നു. പക്ഷേ അത് പറയാൻ വിട്ടുപോയത് ശരിയായില്ല എന്ന് നസീർ സാറിന് കട്ടിൽ കിടക്കുമ്പോഴാണ് അത് ഓർത്തത്. നാളത്തെ പരിപാടികളെപ്പറ്റി ഓർക്കാതിരിക്കാൻ മനഃപൂർവ്വം അദ്ദേഹം ശ്രദ്ധിച്ചു. നാളെ ഏത് ലൊക്കേഷനിലാണ്, രാവിലെ ഡബ്ബിംഗ് ഉണ്ടോ, നാളെ ആരെ ലൊക്കേഷൻ, ഔട്ട്ഡോറാണോ ഇൻഡോറാണോ, ഇങ്ങനെ അത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം മനഃപൂർവ്വം ശ്രദ്ധിച്ച് കിടന്നു. എത്ര ശ്രമിച്ചിട്ടും കോൾ ഷീറ്റുകളാണ് മനസ്സിൽ മുഴുവൻ. കാരണം ഒരു വർഷത്തെ കോൾ ഷീറ്റായിരിക്കും മനസ്സിൽ കിടക്കണേ. അത് അകറ്റാൻ ശ്രമിക്കും തോറും കോൾ ഷീറ്റുകൾ ഇങ്ങനെ എന്താ പറയുക കയറി മനസ്സിലേക്ക് വരുന്നു. കോൾ ഷീറ്റുകളുമായി മനസ്സിലിങ്ങനെ മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നസീർ സാറിനെ നിദ്രാദേവി ഉറക്കത്തിലേക്ക് വഴുതി വീഴ്ത്തി. ഉറക്കത്തിലും നിദ്രാദേവിയുമായുള്ള പ്രേമരംഗങ്ങൾ ആടിപ്പാടി രസിക്കുകയാവും ആ നിത്യനായകൻ എന്ന വസ്തുത അടുത്ത് കിടന്നുറങ്ങുന്ന തൻ്റെ ജീവിത സർവസ്വമായ സഹധർമ്മി പോലും അറിയുന്നില്ല എന്ന് നസീർ സാറിന് മനസ്സിലായി. അദ്ദേഹം ഇങ്ങനെ അടുത്ത് ചെയ്യാൻ പോണ ഏതാണ്ട് ഒരു 4-5 വർഷക്കാലം ചെയ്യാൻ പോണ സിനിമയെ പറ്റി, കാൾ ഷീറ്റിനെ പറ്റിയൊക്കെ ആലോചിച്ച് സ്വപ്നം കണ്ട് നിദ്രയോട് ഇങ്ങനെ പ്രണയിച്ചും സ്നേഹിച്ചും ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ഇതൊന്നും അറിയാതെ തൊട്ടടുത്ത് കിടന്ന് ഭാര്യ ഉറങ്ങുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോഴത്തെ ഒരു ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് 100 ദിവസം 150 ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത്. മിക്കവാറും നായകന്മാർ വരുന്നത് ഉച്ചയ്ക്കൊക്കെയാണ്. 6 മണിയാവുന്നതിന് മുമ്പേ പോവുകയും ചെയ്യും. ഈ ഉച്ചയ്ക്ക് വരുന്നവൻ 6 മണിയാവുന്നതിന് മുമ്പേ ക്യാരവാനിൽ ഒരു 50 പ്രാവശ്യം പോകും. അടുത്ത പ്രോജക്റ്റിനെക്കുറിച്ച് സംസാരിക്കാൻ, ഗൾഫ് യാത്രയെക്കുറിച്ച് സംസാരിക്കാൻ, ഉദ്ഘാടനത്തെക്കുറിച്ച് സംസാരിക്കാൻ, സിനിമ നിർമ്മിക്കാൻ പോണതിനെക്കുറിച്ച് സംസാരിക്കാൻ, സംവിധാനം ചെയ്യുന്നതിന് പോകുന്നതിന് സംസാരിക്കാനൊക്കെ. അങ്ങനെ ഒരു 2 മണിക്കൂറൊക്കെ നന്നായിട്ട് ഷൂട്ടിംഗ് നടന്നാൽ ഭാഗ്യമാണ് ഇപ്പോൾ വർത്തമാനകാല മലയാള സിനിമയിൽ. അതുകൊണ്ടാണല്ലോ ഞാൻ കേൾക്കട്ടെ, ഒരു ദിവസം ഒരു സീൻ ഷൂട്ട് ചെയ്താലും ഇപ്പോൾ ഒരു 60 സീനൊന്നും ഒരു പടത്തിൽ വരാറില്ല. ഒരു 60 സീനുണ്ടെന്ന് വെച്ചോളൂ, 60 ദിവസമല്ലേ ഷൂട്ട് ചെയ്യേണ്ടി. ഒരു ദിവസം ഒരു സീൻ എടുത്താൽ, ഒരു ദിവസം കണ്ണു അടച്ചുകൊണ്ട് 2-3 സീൻ നന്നായിട്ട് എടുക്കാം ഭംഗിയായിട്ട്. പക്ഷേ ഒരു സീൻ വെച്ചെടുത്താൽ 60 ദിവസം കൊണ്ട് ഒരു പടം തീർക്കാം. പക്ഷേ ഇവിടെ 150-200 ദിവസമൊക്കെ ഷൂട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഷൂട്ട് ചെയ്യണം, മലമറിക്കണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അവിടെയാണ് പ്രേം നസീർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മലയാള സിനിമയുടെ അന്നദാതാവ് എന്ന് വിളിക്കാവുന്ന മനുഷ്യൻ. നിങ്ങൾ കേട്ടില്ലേ, ഒരു ദിവസം രാവിലെ 5-5:30 മണിക്ക് എണീറ്റ മനുഷ്യൻ രാത്രി 11 മണിക്ക് ഉറങ്ങാൻ കിടക്കുന്നതിനിടയിൽ ഏതെല്ലാം ലോകത്തിലൂടെ കടന്നുപോയി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതായിരുന്നു നസീർ സാർ. അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയത്. ഈ പ്രോഗ്രാം കണ്ടിട്ട് ഇത് ചുരണ്ടിയതല്ലേ എന്ന് ചോദിക്കരുത്. ഫിലിം മാഗസീൻ്റെ 44 വർഷം മുൻപ് വന്ന ഫിലിം മാഗസീനിൽ വന്ന നസീർ സാറിൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ കലാകൗമുദി ഗ്രൂപ്പിൻ്റെ ഒരു റിപ്പോർട്ടർ, എനിക്ക് തോന്നുന്നു ഡോക്ടർ പൗത്രൻ തന്നെ ആയിരിക്കും, അദ്ദേഹം ഒരു ദിവസം രാവിലെ 5 മണി മുതൽ രാത്രി 11 മണി വരെ നസീർ സാറിനോടൊപ്പം സഞ്ചരിച്ച് ചെയ്ത ലേഖനമായിരുന്നു. ആ ലേഖനത്തിൽ നിന്നാണ് ഞാൻ ഈ ആർട്ടിക്കിൾ ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ വന്ന് ചുരണ്ടിയതാണെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ സത്യസന്ധമായി പറയുകയാണ്. ഡോക്ടർ പൗത്രനായിരിക്കണം അന്ന് കലാകൗമുദിയുടെ മദ്രാസിലെ ലേഖകൻ. എന്തായാലും ഞാനിതിവിടെ അവതരിപ്പിക്കാനായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ ആലോചിക്കരുത്, ഒരു മനുഷ്യന് ഇത്രയും കഴിയുമോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിനോ ആരോഗ്യത്തിനോ ഒന്നും ഒരു ഉടവും തട്ടിയില്ല എന്നുള്ളതാണ്. ടിഫിൻ കഴിക്കാൻ മറന്നിട്ട് പോലും വിശക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. അതായിരുന്നു നസീർ സാർ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഇനിയും ചെയ്യാം എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് മലയാള സിനിമയുടെ അന്നദാതാവായിരുന്ന നസീർ സാറിൻ്റെ ആത്മാവിനെ ഒരിക്കൽ കൂടി 100 വട്ടം നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.